റിൻഷ. നമ്മളെവിടെയാണിത് അറിയില്ല ചേട്ടാ. കണ്ണാടി കണ്ണാടി കിട്ടി. തമോഗോളങ്ങളുടെ ഉമ്പുരാൻ. സിക ഫേസ് ദ വേൾഡ്. ഭായിജാൻ ഏക് ഇഷാര. മഹിരാവണൻ, ഇബ്ലീസ്, എമ്പുരാൻ, അനീതം ലത്തീഫ്. ഇക്കുവാണമേ ഞാനൊരു 2 ആഴ്ച മാറിയപ്പോഴത്തേക്ക് ഇവിടെ എന്തൊക്കെയാ നടന്നത്. സി ഗൈസ്, നിങ്ങൾക്കറിയാലോ ഞാൻ വന്നുകൊണ്ട് എന്നെ ഒരു PR ടീം വരവേൽക്കുന്നു. നിങ്ങൾക്കറിയാലോ ഇത് മേക്കപ്പാണ്, എനിക്ക് നരച്ചിട്ടില്ല. ഇത് ഞങ്ങളുടെ ബ്ലേസർ അല്ല. അത് മേലെ ഷൂട്ടിന് വന്ന് ആരുടെയോ ഉരിക്കൊണ്ടെന്നാണ്. അപ്പുറത്ത് മസൂദ് ഇരിക്കുന്ന കാണുന്നില്ലേ? മസൂദ് ഡ്രോപ്പ് ദ എൽ ഫോർ ലത്തീഫ്. നമ്മൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് ആൾക്കാർക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായി കാണുമല്ലോ. നമ്മൾ എമ്പുരാൻ ഡിസ്കസ് ചെയ്യണം എന്ന് ആൾക്കാർ പറഞ്ഞു. പക്ഷെ നമ്മൾ ഇന്ന് എമ്പുരാൻ അല്ല ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ അടുത്ത എപ്പിസോഡിൽ എമ്പുരാൻ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യും. നമ്മൾ ഇന്നത്തെ വിഷയം, സോ വെൽക്കം ടു വിറ്റോക്സ്. നമ്മുടെ ഇന്നത്തെ വിഷയം വിഷു റിലീസസ് ആൻഡ് ഈ വർഷത്തെ ഹൈലൈറ്റ് മൂവീസ്. എല്ലാവർക്കും വിറ്റോക്സിന്റെ വിഷു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. സുസ്വാഗതം. ദീപകിന് സുസ്വാഗതത്തിന് പ്രത്യേക ഫാൻസ് ഉള്ളതുകൊണ്ട് സുസ്വാഗതം. സോ നമ്മൾ വിഷുവിനെ ഇറക്കും എന്തായാലും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അഡ്വാൻസ് വിഷു ആശംസകൾ. വിഷു ഹാപ്പി വിഷു. ഹാപ്പി വിഷു. നിങ്ങളുടെ വിഷുക്കണിയാണ് ഞങ്ങൾ. പക്ഷെ ഇത് 12-ാം തീയതിയാണ് ഇറങ്ങുന്നത്. മുൻകൂട്ടിയുള്ള കണിയാണ്. അറിയാവുന്നവരോട് ഞാൻ പണ്ടേ അത് തന്നെ. ഇതിപ്പോ ശരി, അത് സ്റ്റീഫൻ നിലപ്പള്ളി ആകുമ്പോൾ ഞാൻ പറയും എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, വിറ്റോക്സ് ഇസ് എ ഡേറ്റി ബിസിനസ്. ആ ഡേറ്റി ബിസിനസ് ഇടയ്ക്ക് ചിലപ്പോൾ നമുക്ക് വേറെ നല്ല ബിസിനസ്സുകൾക്ക് വേണ്ടി പോകേണ്ടി വരും. അപ്പോൾ ഇടയ്ക്ക് മിസ്സാകുന്ന എപ്പിസോഡ് തുടങ്ങിക്കോളൂ. വിഷുവിനെ പറ്റി തുടങ്ങിക്കോളൂ. വിഷുവിനെ പറ്റിയല്ല, വിഷു റിലീസിനെ പറ്റി. വിഷു എനിക്ക് ശരിക്കും പറഞ്ഞാൽ എപ്പോഴും പറയുന്ന ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ സിനിമയാണ്. വിഷുവിന് പൊട്ടുന്നത് പടക്കങ്ങൾ മാത്രമല്ല, സിനിമകളും ഉണ്ട്. ഈ വിഷുവിന് ഇറങ്ങി ഭയങ്കരമായിട്ട് പൊട്ടിയിട്ടുള്ള സിനിമകൾ ഏതൊക്കെയാണ്? അങ്ങനെ അത് നോക്കി അത് നോക്കാൻ മറന്നുപോയി. ഇത്തവണ കഴിഞ്ഞ വർഷം ആവേശവും വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങി. രണ്ടും നന്നായിട്ട് പെർഫോം ചെയ്തു. നല്ലതായി പെർഫോം ചെയ്തു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം നെഗറ്റീവ് റിവ്യൂ വന്നെങ്കിലും നന്നായി പെർഫോം ചെയ്തു. തിയേറ്ററിൽ ഭയങ്കര കഴിഞ്ഞ വിഷു ആയിരുന്നില്ലേ ആവേശമൊക്കെ അല്ലേ? സമയം പോകുന്നു ശരിക്കും അറിയുന്നില്ലല്ലേ? ഇതിപ്പോ വിറ്റ് പരിപാടി തുടങ്ങിയിട്ട് 2 വർഷം 3 വർഷമായോ? 2 വർഷം അല്ലേ? 2 വർഷം പോഡ്കാസ്റ്റ് തുടങ്ങിയിട്ട് 2 വർഷം. സെക്കൻഡ് ഇയർ ഗോയിങ്. അതിനിടയിൽ ജീവിതം എങ്ങനെയൊക്കെ മാറി പറഞ്ഞല്ലേ ജോൺ? മാറ്റില്ല. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കൂട്ടി എന്നുള്ളതല്ലാതെ അനീസിന്റെ പ്രഷറും കൊളസ്ട്രോളും. നമുക്ക് വിഷു റിലീസ് ഒരുപാട് പടം റിലീസ് ഉണ്ടായിരുന്നു. അതുപോലെ പെരുന്നാളും അടുത്തുള്ളത് കൊണ്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2 വീക്സ് കൊണ്ട് ഒരു സെറ്റ് ഓഫ് കുറെ പടങ്ങളുടെ ഒരു കുത്തൊഴുക്കുണ്ടായിരുന്നു. സാധാരണ എപ്പിസോഡ് പോലെയല്ല, ഈ എപ്പിസോഡിന് ശരിക്കും എഫേർട്ട് ഇട്ടിട്ടാണ് ഒരാൾ ഈ എപ്പിസോഡിൽ വന്നിരിക്കുന്നത്. ഇന്നലെ 4 പടങ്ങൾ സത്യം ബാക്ക് ടു ബാക്ക് കണ്ട് എപ്പിസോഡിനോട് നീതി പുലർത്തിയ അനീസിക്ക. അപ്പൊ ഇന്നലെ അനീസിക്കയുടെ ദിവസം ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ഇങ്ങനെ വിളിക്കുകയാണ്. സിക്ക, ഞാൻ 3 സിനിമ ബുക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ആണല്ലോ. പുള്ളി ഭയങ്കര സിനിമയുടെ ആളാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാൻ 3 ബുക്ക് ചെയ്ത പുള്ളിയുടെ അപ്രിസിയേഷനൊക്കെ അടിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇയാളെ വിളിച്ചപ്പോൾ ആണോടാ ഞാനൊരു 4 സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഗുഡ് ബാഡ് അഗ്ലി ഏത് ഷോയ്ക്ക് പോയ നീ? ഞാൻ തുടങ്ങിയത് ഇന്നലെ രാവിലത്തെ ഫസ്റ്റ് പടം ഗുഡ് ബാഡ് അഗ്ലി, രണ്ടാമത് ആലപ്പുഴ ജിമ്മിക്കാരൻ. അത് കഴിഞ്ഞ് ചെറിയ ബ്രേക്ക് എടുത്ത്, അല്ലെങ്കിൽ ആ സമയത്ത് ഞാൻ ജാട്ടൂടെ കണ്ടേനെ. സണ്ണി ഡിയോളിന്റെ ജാട്ട് റിലീസ് ഉണ്ടായിരുന്നു. ആരാണ് നായകൻ? സണ്ണി ഡിയോൾ. സണ്ണി ഡിയോൾ. ഞാൻ സണ്ണി ലിയോൺ. എല്ലാവരും സണ്ണി ലിയോൺ കേൾക്കുന്നത്. സണ്ണി ഡിയോളിന്റെ നിങ്ങളുടെ വായിക്കുന്ന സണ്ണി ഡിയോൾ ബ്രേക്ക് എടുത്തിട്ട് ശരിക്കും ആക്ഷൻ പടത്തിലേക്ക് തിരിച്ചു വരിക. പുള്ളി കഴിഞ്ഞ മുമ്പത്തെ വർഷം ഗദർ 2 ചെയ്തു, ഭയങ്കര ഹിറ്റ് ആയിരുന്നു. സോ അപ്പോഴത്തേക്ക് ഒരു തെലുങ്ക് പടം സ്റ്റൈലിലൊരു പടം ചെയ്താൽ വർക്കാവുന്ന പുള്ളിക്ക് തോന്നി. അങ്ങനെ ഒരു തെലുങ്ക് ഡയറക്ടറിനെ ഉണ്ട്, ഗോപിചന്ദ് മല്ലിനേനി എന്ന് പറഞ്ഞ തെലുങ്ക് ഡയറക്ടറിനെ കൊണ്ട് ഹിന്ദി പടം. ആ ഡയറക്ടർ മുമ്പ് ഏതാ ചെയ്തേക്കുന്നത്? പുള്ളിയുടെ ലാസ്റ്റ് തെലുങ്കോടെ ഏതാ എനിക്കത്. പക്ഷെ തെലുങ്കിൽ നിന്ന് ആളിനെ റോപ്പ് ചെയ്താണ് അങ്ങോട്ടേക്ക്, എന്നിട്ട് ഹിന്ദി പടം ചെയ്യിക്കാണ്. അതും ഈ പറയുന്ന നമ്മൾ തെലുങ്കിൽ കാണുന്ന ബാലയ്യ ടൈപ്പ് ഒരു ആക്ഷൻ പടം. സണ്ണി ഒത്തിരി നാൾ കൂടി 2.5 കിലോ കൊണ്ട് കുറെ പേര് ഇടിക്കണമെന്ന് ആഗ്രഹം. ഗദർ 2ന്റെ കുറച്ച് ഭാഗങ്ങളോ ട്രെയിലറോ അതൊക്കെ കണ്ടപ്പോൾ ഞാൻ ചെയ്തത് പഴയ സ്റ്റൈല് സാധനം. മറ്റേ നമ്മുടെ പണ്ട് സിനിമകൾ ഉണ്ടായിരുന്നു, പാകിസ്ഥാൻകാരനെ ഇപ്പുറത്ത് നിന്നിട്ട് ഒരു വരയുടെ അപ്പുറത്ത് നിന്നിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനത്തെ പടങ്ങളില്ല. ബോളിവുഡിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഹിറ്റ് ഉള്ളതാണ് ഗദർ 1 ഏക് പ്രേം കഥ. അത് ഏത് വർഷം? അത്
99 കണ്ട 2000 തൊട്ടുമുള്ള പടം അല്ലെങ്കിൽ 2000 പടം. അതിന്റെ ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഈ 3 Idiots വരുന്നത് വരെ ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉള്ള പടം ഈ പറയുന്ന ഇൻഫ്ലേഷൻ റേറ്റ് കട്ട് ചെയ്തിട്ടുള്ള പടം ഗദർ ആയിരുന്നു. ശരിയും ഹം ആപ്കെ ഹേ കോനെ ബ്രേക്ക് ചെയ്തിട്ടാണ് ഗദർ അത് അച്ചീവ് ചെയ്തത്. കളക്ഷൻ വൈസ് നമ്പേഴ്സ് 100 കോടിയൊക്കെ കാണത്തുള്ളായിരിക്കും, അല്ലെങ്കിൽ താഴെ ആയിരിക്കും. പക്ഷെ ഇൻഫ്ലേഷൻ റേറ്റ് കട്ട് ചെയ്തിട്ടൊരു കണക്കുമാരിടും, ട്രാക്കേഴ്സ് ഇടും. ആ ട്രാക്കേഴ്സ് പ്രകാരം 3 Idiots വരുന്നത് വരെ ഗദർ 2 ആണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉള്ള പടം. പക്ഷെ ആ കണക്ക് നോക്കുമ്പോ ഞാൻ ഈ ഗദറിന്റെ കാര്യം ഞാൻ കേട്ടിട്ടേ ഇല്ല ഇതിനു മുന്നേ. ഞാൻ അവിടെ കേട്ടത് ഷോലെ, ഞാൻ ഷോലെ ഒരു പഴയ ക്ലാസിക് മൂവി എന്ന് പറഞ്ഞിട്ട് റെക്കോർഡ് ഉണ്ടായിരുന്നു. പക്ഷെ ഷോലെ എനിക്കൊന്ന് അപ്പോഴും ഈ ഇൻഫ്ലേഷൻ റേറ്റ് കട്ട് ചെയ്താലും ഇതിന്റെ അത്രയും വരരുത്. പക്ഷെ ടിക്കറ്റ്സ് ഏറ്റവും കൂടുതൽ സെല് ചെയ്തിട്ടുള്ളത് എന്തോ റെക്കോർഡ് ഷോയുടെ പേരിൽ അന്നൊന്നും ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ടിക്കറ്റ് സെല് ചെയ്തത്. പക്ഷെ അപ്പൊ അന്ന് ടിക്കറ്റ് റേറ്റ് ഒക്കെ ഭയങ്കര ചെറുതാണ്. പിന്നെ ടിക്കറ്റ് റേറ്റ്സ് കൂടിയിട്ട് പിന്നെ ഇൻഫ്ലേഷൻ റേറ്റ് കട്ട് ചെയ്യുമ്പോഴാണ് ഈ ഗദർ ടോപ്പിൽ നിന്നുകൊണ്ടിരുന്നത്. 3 Idiots വന്നപ്പോൾ അത് ബ്രേക്കായി. പിന്നെ ചരിത്രം വേറെയാണ്. പിന്നെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് പടങ്ങളുടെ കുത്തൊഴുക്കാവുന്നു. പിന്നെ അമീർ ഖാൻ ചൈനയെ റിലീസ് ചെയ്യുന്നത്. അങ്ങനെയാണ് കളക്ഷൻ ഇവർ തിരിച്ചു പിടിക്കാൻ നോക്കിയത്. അമീർ ഖാൻ ചൈനയെ പടം റിലീസ് ചെയ്തത് മാത്രമാണ് ബോളിവുഡ് ടോപ്പിൽ നിൽക്കുന്നത്. ഇപ്പോഴതിന് താഴെ മൊത്തം ആദ്യത്തെ ടോപ്പ് 10 ഇന്ത്യയിലെ കളക്റ്റഡ് സിനിമകളിൽ എടുത്തു കഴിഞ്ഞാൽ 6 എണ്ണമെങ്കിലും തെലുങ്ക് പടമാണ്. മറ്റേ അല്ലു അർജുന്റെയും പ്രവാസിന്റെയും പടങ്ങൾ അതിനകത്ത് കിടക്കുന്ന മൊത്തം. സോ ഗദർ 1 നീ പറഞ്ഞ സാധനം തന്നെ എന്നും ഇന്ത്യയിൽ സെല്ലായിക്കൊണ്ടിരിക്കുന്ന സാധനം. ഇന്ത്യ പാകിസ്ഥാൻ. ഇന്ത്യക്കാരനായ ഒരു പഞ്ചാബി പാകിസ്ഥാൻകാരെ മുസ്ലിം പെണ്ണുമായിട്ട് പ്രണയത്തിലാവുന്നു. അവര് കല്യാണം കഴിക്കുന്നു. അങ്ങനെ കല്യാണം കഴിച്ച് വിഭജന കാലത്ത് വിപ്ലവം നടക്കുന്നു. വിപ്ലവം മറ്റേ വർഗീയ കലാപവും നടക്കുന്ന സമയത്ത് വിഭജന കാലത്ത് ഒരു മുസ്ലിം പെൺകുട്ടിക്ക് ഒരു നല്ലവനായ പഞ്ചാബി ഹിന്ദു പയ്യൻ, പഞ്ചാബി മുസ്ലിംസ് ഉണ്ട്. പാകിസ്ഥാനി പഞ്ചാബ് ഉണ്ടോ? പഞ്ചാബില് സിഖുകാര് മാത്രല്ല. ഞാൻ വിചാരിക്കുന്നത് ജോൺ വിവരമുള്ള ഒരു അങ്ങനെ പൊതുവെ കുറച്ച് സിഖ് പയ്യൻ, അങ്ങനെ പഞ്ചാബി സിഖ് പയ്യൻ. സിഖാണ്, പക്ഷെ പുള്ളി സിഖല്ല. സിഖാണെന്ന് പറഞ്ഞതിനുള്ള പഞ്ചാബിലെ സിഖ് പയ്യൻ സിഖല്ലായിരുന്നു. പുള്ളിക്ക് ചോരയാണ്, ഹിന്ദുവാണ്, സിഖ് പയ്യൻ. പുള്ളിയാണെങ്കിൽ ചോര ഇങ്ങനെ തിളച്ചോണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ഒരു മുസ്ലിം പെൺകുട്ടിക്ക് അഭയം കൊടുക്കുന്നു. അവര് കല്യാണം കഴിക്കുന്നു, അവർക്ക് ഒരു കുട്ടിയാവുന്നു. ഹൃദയത്തിലും അഭയം കൊടുത്തു. അങ്ങനെ ഇരിക്കുമ്പോ ആ പെൺകുട്ടിയുടെ അപ്പന് വയ്യാതാവുന്നു. ആ പെൺകുട്ടി അമീഷ പട്ടേൽ, അത് പയ്യനെയും കൊണ്ട് പാകിസ്ഥാനിലേക്ക്. അമീഷ പട്ടേൽ ഇത് നമ്മുടെ ഫസ്റ്റ് പടമായിരുന്നല്ലേ. അപ്പൊ 2000 കഴിഞ്ഞിട്ട് ഇറങ്ങിയ പടമാണിത്. എന്നിട്ട് പാകിസ്ഥാനിൽ പോയ അമീഷ പട്ടേലിനെയും കുട്ടിയെയും അവർ പിടിച്ചു വെക്കുന്നു. ഇനി ഒരു ഹിന്ദുവിന് ഇത് വിട്ടുകൊടുക്കുന്നില്ലെന്ന് അവർ തീരുമാനിക്കുന്നു. സണ്ണിഡിയോൾ ആരാ മോൻ? നമ്മളിത് ബോർഡറിലൊക്കെ എത്ര തവണ ബോർഡർ കടന്നിട്ടുള്ള സണ്ണിഡിയോള്. സണ്ണി പഴയ ഓർമ്മ വെച്ചിട്ട് പാകിസ്ഥാനിലേക്ക് ഒരു ബോർഡർ സിനിമയ്ക്കകത്ത് പുള്ളി എന്തോ ഒരു പാകിസ്ഥാൻകാരെ കൊന്നിട്ടുള്ളതാണ്. അതാണ് ഈ സിനിമയാണത്. അല്ല, അത് ബോർഡർ സന്ദേശത്തെ ബോർഡർ. അതൊക്കെയാണ് കോർ മെമ്മറി. സത്യം പറയടാ, എടാ ഒരു 2 മണൽക്കൂന ഇവിടെ ഇന്ത്യക്കാരെ ഇവിടെ പാകിസ്ഥാൻകാരെ വെക്കുന്നു. വെടിവെപ്പ് ടാങ്ക് പൊട്ടിക്കുന്നു. അതൊക്കെ സംഭവം എന്താ വെച്ചാൽ അതൊക്കെ റീവാമ്പ് ചെയ്തോണ്ടിരിക്കുക. ബോർഡർ 2 2026 ബോർഡർ 2 വരുന്നുണ്ട്. 2026 ചൈനയായിട്ടായിരിക്കും. ബോർഡർ 1 പാകിസ്ഥാൻ നമ്മൾ തോപ്പിച്ചല്ലോ. തോറ്റിട്ടില്ല. എൻഡിലൊക്കെ നമ്മൾ ജയിക്കുന്നതായിട്ട് തന്നെ കാണിക്കുന്നത്. ശരിക്കും ബോർഡർ ഹിറ്റ് ആയിരുന്നു. അതിനുശേഷം വന്ന മറ്റേ ദേശസ്നേഹ പടം ഗദർ. എന്നിട്ട് പുള്ളി പാകിസ്ഥാനിൽ പോകുന്ന ആ പെണ്ണിനെ വീണ്ടെടുക്കുന്നു. പാകിസ്ഥാൻ കൂടെ ഫൈറ്റ് ചെയ്ത് പുള്ളി പെണ്ണിനെ വീണ്ടെടുക്കുന്ന പടത്തിന്റെ സ്റ്റോറി ഭയങ്കര സക്സസ് ആയിരുന്നു. ബോളിവുഡിൽ എന്നും ഇന്ത്യ പാകിസ്ഥാൻ സാധനം ഓടുന്ന സാധനം. അപ്പൊ അത് ഗദർ 2 പറഞ്ഞ റീമേക്ക് ചെയ്ത് സെക്കൻഡ് പാർട്ട് എടുത്തിട്ട് പുള്ളിയുടെ മോൻ വലുതായി, ടീനേജ്. എന്താ ഇഷ്യൂ ഞാൻ പടം കണ്ടിട്ടില്ല. നമ്മളത് കാണും. അവൻ ആരാണ് ഇതില്? പടം കണ്ടിട്ടില്ല. സണ്ണിയുടെ മോനാണല്ലോ. ശരിക്കും അയാളുടെ മോൻ ചിലപ്പോൾ ഇതുപോലെ വളർന്നു വലുതായി ഉണ്ടാവില്ലേ? മോനുണ്ടായില്ലേ? എന്തായാലും 2 വർഷം മുന്നേ ആ പടം ഇറങ്ങി. ആ പടം 200+ ക്രോസ് അടിച്ചത് വലിയ ഹിറ്റായി. സണ്ണി ഒരു ബാക്ക് തിരിച്ചു വരവിന്റെ പാതയിലാണ് ശരിക്കും. ഇനി പുള്ളി സീരീസ് ഓഫ് ഇങ്ങനത്തെ പടങ്ങളായിരിക്കും പിടിക്കുന്നത്. അങ്ങനെ തെലുങ്കിന്ന് ജാട്ട് കൊണ്ടുവന്നിട്ട് ഇപ്പൊ അവർക്ക് എനിക്കൊന്ന് ഈ സമയത്ത് അവരുടെ വെക്കേഷൻ ടൈം ആണല്ലോ എന്തായാലും. അപ്പൊ അത് പ്രതീക്ഷ ഇറക്കിയതായിരിക്കും. ആ പടം സ്റ്റാർട്ടിങ് പറഞ്ഞ പ്ലസ് റിവ്യൂ ഉണ്ട്. ഇപ്പൊ സ്റ്റാർട്ടിങ് മേക്കിങ്ങിനൊക്കെ നല്ല റിവ്യൂ ഉണ്ട്. നല്ല ആക്ഷൻ പടം. മറ്റേ ബോളിവുഡിന് ഇഷ്ടമാണ്, നമ്മുടെ സ്റ്റൈൽ ആക്ഷൻ പടം ഇഷ്ടമാണ്. അതുകൊണ്ടാണല്ലോ പുഷ്പയൊക്കെ അത്രയും കാര്യമായിട്ട് ഓടുന്നത്. നമ്മുടെ നാട്ടിൽ ഓടുന്ന പോലെക്കാൾ നന്നായിട്ട് ഹിന്ദിയുടെ ഇന്നർ ബെൽറ്റിൽ ഓടുന്നത്.
മറ്റേ UP രാജസ്ഥാൻ സർക്യൂട്ടിലൊക്കെ അടിപൊളിയായിട്ട് ഓടും. സോ അങ്ങനെ ജാട്ട് കാണാൻ എനിക്ക് സമയമില്ലായിരുന്നില്ല. ഞാൻ അതുപോലെ കണ്ടത്. എനിക്ക് ഇന്നലെ ഒരു 4 മണിക്കും 6:45 ഇടയ്ക്ക് ഒരു കറക്റ്റ് സ്പേസ് ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ജാട്ടിന് 4:30 ഷോയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ മരണമാസിന് മിസ്സാകും. അതുകൊണ്ട് ജാട്ട് എടുത്തില്ല. സോ സ്റ്റാർട്ടഡ് വിത്ത് ഗുഡ് ബാഡ് അഗ്ലി, ദെൻ ലഞ്ച് കഴിഞ്ഞിട്ട് ആലപ്പുഴ ജിംഖാന, അത് കഴിഞ്ഞിട്ട് പോയി ചെറിയ ബ്രേക്ക്, അത് കഴിഞ്ഞിട്ട് 6:45 മരണമാസ്, രാത്രി 10 മണിക്ക് ബസ്സൂക്ക. എൻ്റെ ഫുൾ ഡേ. ഇതിനിടെ ഭക്ഷണം കഴിക്കാനുള്ള സമയം കിട്ടിയത് ഇതിനിടയ്ക്ക് കറക്റ്റായിട്ട് ഭക്ഷണം കഴിച്ചു. ഇതില് എനിക്ക് എന്റെ പേരിൽ ഒരു 5 സിനിമയുടെ റെക്കോർഡ് ഉണ്ട്. എനിക്ക് 5 സിനിമ ഞാൻ എപ്പോഴും ചെയ്യും. അത് മറ്റേ പറഞ്ഞിട്ടുണ്ടല്ലേ, ഞാൻ അങ്ങനെ റെക്കോർഡ് എന്റെ പേഴ്സണൽ റെക്കോർഡ് പിടിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് 3 ബുക്ക് ചെയ്തത്. പക്ഷെ എനിക്ക് 2:15 വരെ എത്താനേ പറ്റിയുള്ളൂ. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിനൊക്കെ ഞാൻ അലക്സും എന്റെ കൂടെ ഉണ്ട് കേട്ടോ. സാധാരണ അലക്സ് പടം കഴിഞ്ഞപ്പോ തന്നെ വിളിച്ചിട്ട് പറഞ്ഞ ആൽക്കഹോളിക് വെതർന്ന്. എന്നിട്ട് ഇവന്മാരൊരു ബിയർ കുടിച്ചു, ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് അടുത്ത പടം കണ്ടു. അത് കഴിഞ്ഞ് നല്ല ക്ഷീണമുണ്ടാവും. പിന്നെ 3ാമത്തെ പടം എന്നൊക്കെ എത്തിയപ്പോ വീണ്ടും വെതർ മാറിയിട്ടുണ്ടാവും. അതായത് പക്ഷെ 2 സിനിമ ഞാൻ കണ്ടു. അതിലൊന്നും എവിടെയും കൂടുതൽ ഓഡിയൻസ് ഇരുന്ന് ചിരിക്കുന്ന അല്ലെങ്കിൽ എന്താ ഓഡിയൻസ് എൻഗേജ്ഡ് ആവുന്ന രീതിയിൽ ഞാൻ അധികം എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷെ ഞാൻ ബസൂക്ക കണ്ടു, പിന്നെ ആലപ്പുഴ ജിംഖാന കണ്ടു. ആലപ്പുഴ ജിംഖാനിൽ അവിടെ ഇവിടെ ആയിട്ട് ചെറിയ ചെറിയ ചിരികളുണ്ട്. നല്ല സിനിമ. പിന്നെ പക്ഷെ ഈ സിനിമയ്ക്ക് പടം അടിപൊളിയെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഇടയ്ക്കിടയ്ക്ക് എണീക്കുന്നുണ്ടായിരുന്നു ചിരി കേട്ടിട്ട്. ഈ 4 പടത്തില് ശരിക്കും നീ ഇതില് നമ്മള് കണ്ടതിന്റെ അവലോകനം എടുത്ത ജോൺ ആലപ്പുഴ ജിംഖാന കണ്ടിട്ടുണ്ട്, ദീപ് ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞു ജോലിയുണ്ടല്ലോ, അത് ശരിയാ. പക്ഷെ നമ്മള് സിനിമക്കാരാണല്ലോ. ഏത് ജോണേ, നമ്മള് ഇൻഡസ്ട്രിയിലുള്ളവരാ, ഞങ്ങൾക്ക് ഇത് കാണാണ്ടിരിക്കാൻ പറ്റില്ല. പ്രൊഫഷണൽസ് അല്ല. വിളിച്ചു ചോദിക്കും, അവരോട് പറയണ്ടേ നീ മമ്മൂക്കാന്ന് വിചാരിക്കും എന്റെ ബന്ധം വെച്ചിട്ട്. നമ്മുടെ പൊതുശല്യം എപ്പിസോഡ് വന്നല്ലോ, അതിലുള്ള സെയിം തീം തന്നെ അല്ലെങ്കിൽ അതിൽ വന്നേക്കുന്ന നമ്മൾ പറഞ്ഞേക്കുന്ന ഇഷ്യൂസ് തന്നെ ചില സിനിമകളിൽ കാണിച്ചിട്ടുണ്ട്. അതായത് പൊതുശല്യങ്ങൾ ഒന്നും വേണ്ട. ബസൂക്കയില് മമ്മൂക്ക ഒരു ഡയലോഗായിട്ട് പറയുന്നുണ്ട്, വെറുതെ ഇരുന്ന് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ശരി, വിഷ്വൽ റിലീസില് നിങ്ങളുടെ എക്സ്പെക്ടേഷൻ, ദീപുവിന്റെ എക്സ്പെക്ടേഷൻ, നിന്റെ എക്സ്പെക്ടേഷനില്? എനിക്ക് മരണമാസം എന്തായാലും നല്ല പടമാണെന്ന് ഉറപ്പുണ്ട്. പിന്നെ ആലപ്പുഴ ജിംഖാന സൂപ്പർ പടമാണെന്ന് എനിക്ക് തോന്നുന്നു. സെക്കൻഡ് ആലപ്പുഴ ജിംഖാന, തേർഡ് ആയിരിക്കും ബസൂക്ക എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നുവെച്ചാൽ എനിക്ക് തോന്നുന്നു ബസൂക്ക എനിക്ക് എൻ്റെ എക്സൈറ്റ്മെന്റ് കാണാൻ കൂടുതൽ ആലപ്പുഴ ജിംഖാനയായിരിക്കും. കാരണം അതൊരു പുതിയ പടമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്, ഫ്രഷ് ഐഡിയ ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ മരണമാസം ഡെഫിനറ്റ്ലി കോമഡിയാണ്, ബേസിലാണ്. കുറേ കോമഡി ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്, അപ്പോൾ സൂപ്പർ ആയിരിക്കും എന്ന് പ്രതീക്ഷയുണ്ട്. പിന്നെ ബസൂക്ക നല്ല പടമായിരിക്കും, പക്ഷെ ഓൾറെഡി കുറേ കണ്ട കാര്യങ്ങൾ റിപ്പീറ്റ് അടിക്കാവുന്നതുകൊണ്ട് എനിക്ക് എന്നെ അത്ര എക്സൈറ്റ് ചെയ്യുന്നില്ല ആ പടം ബസൂക്ക. നമ്മുടെ പ്രേക്ഷകരും എല്ലാവരും ഫസ്റ്റ് ഡേ തന്നെ ഭ്രാന്തില്ലാത്തതുകൊണ്ട് കണ്ടിട്ടില്ലാത്തത് നമുക്ക് സ്പോയിലർ ഇല്ലാത്ത രീതിയിൽ ഡിസ്കസ് ചെയ്യാം. നമ്മൾ ജനറലി വിഷ്വൽ റിലീസും പിന്നെ ബാക്കിയുള്ള പടങ്ങൾ റിലീസ്, നമ്മൾ ഈ വർഷത്തെ എക്സൈറ്റിംഗ് സിനിമ റിലീസുകളും ജനറൽ ഡിസ്കസ് ചെയ്യാം. അതായിരിക്കും നമ്മുടെ പ്ലാൻ. ഇന്ന് ഇതിൽ സ്പോയിലർ ഇല്ലാതെ തന്നെ പറയാം. അഥവാ എന്തിനാ വന്നാൽ നമ്മളത് കട്ട് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ എമ്പുരാനെ പറ്റി പറയാം, അപ്പോൾ എനിക്കും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യാം. എമ്പുരാൻ നമുക്ക് കാരണം കുറച്ച് ആൾക്കാർ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. നമുക്ക് അടുത്ത എപ്പിസോഡ് എമ്പുരാനെ പറ്റി മാത്രമേ ഒരു എപ്പിസോഡ് ചെയ്യാൻ. എമ്പുരാനെ പറ്റി മാത്രമല്ല, എമ്പുരാനും പിന്നെ സിനിമയിൽ ഇപ്പൊ എമ്പുരാൻ അറൗണ്ട് കുറെ കാര്യങ്ങൾ, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ നേരിടുന്ന വെല്ലുവിളികൾ, അങ്ങനെ ആ ഒരു ജനറൽ ഡിസ്കഷനായിട്ട് തന്നെ. സോ അത് നെക്സ്റ്റ് എപ്പിസോഡ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇടി വന്നാൽ പ്രൊഫഷണലിന്റെ വീട്ടിൽ മാത്രം പോയാൽ മതി. ഈടി തിരിച്ച് ചമ്മി പോകും. കട്ടിയാണ്, അത് കട്ടിയാണ്. ഇടി എന്ന് പറയുന്നത് കട്ടിയാണ്. ഇടി എന്ന് പറഞ്ഞ കട്ടിയാണ്. ഇടി കട്ടിയാണ്, അതറിയത്തില്ലേ? അങ്ങനെയുണ്ടോ? അടുത്ത എപ്പിസോഡ് ഈ പറഞ്ഞ പ്രതീക്ഷ വൈസ് ആൾക്കാരെല്ലാം എക്സ്പെക്ട് ചെയ്യുന്നത് ഓർഡർ കറക്റ്റ് ആണ്. കാരണം ആലപ്പുഴ ജിംഖാന, പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത്. ഞാൻ പറഞ്ഞത് എക്സ്പെക്ടേഷൻ, ഈ പറയുന്ന ആൾക്കാർ പ്രതീക്ഷ കറക്റ്റ് ആണ്. ബേസിൽ കണ്ടിന്യൂസ്ലി ഒരു സക്സസ് റോയിലാണ്. ആൻഡ് ഖാലിദ് റഹ്മാൻ ചെയ്തതെല്ലാം വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള പടങ്ങൾ. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു ആ പടം. ആലപ്പുഴ ജിംഖാന എനിക്ക് തോന്നല്ല, ഞാൻ ഒരു 3 ദിവസം മുമ്പൊക്കെ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്ത് പടം കാണുന്നത് ആലപ്പുഴ ജിംഖാനയാണ് കണ്ടത്. അതെനിക്ക് ഭയങ്കര ഓവർ എക്സ്പെക്ടേഷൻ ആയിരുന്നു എനിക്ക്. പക്ഷെ പടം നല്ല പടം, ഒരു ഡീസന്റ് പടം. ഇതിനകത്ത് ഫ്രഷ് ആണെന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു കുഴപ്പമെന്ന് വെച്ചാൽ ഒരു സ്പോർട്സ് ഡ്രാമ പടം എടുക്കുമ്പോൾ അതിനകത്ത് ഫ്രഷ്നസ് ഉണ്ടാക്കാൻ ഭയങ്കര പാടാണ്. അല്ലല്ല, വലിയ പാടാണ്. നമ്മുടെ മലയാളത്തിലുള്ള ബോക്സിംഗ് പടം എടുക്കുമ്പോൾ
സർപ്പാട്ട പരമ്പര ഫ്രഷ് ആയിരുന്നു. അല്ലല്ല, നിങ്ങൾ മലയാളത്തിൽ വരൂ. മലയാളത്തിൽ നമ്മൾ ചെയ്തേക്കുന്ന സ്പോർട്സ് ഡ്രാമകൾ ഏതൊക്കെയുള്ള അതൊക്കെ ഏത് കാലത്തുള്ളതാ? ഗോദ സ്പോർട്സോ? ഞാൻ പെട്ടെന്ന് നമ്മുടെ അതിനേക്കാൾ കൂടുതൽ അതൊരു സ്പോർട്സ് എലമെന്റ് അതിൽ വളരെ കുറച്ച് വരുന്നുള്ളൂ. പക്ഷെ വളരെ കുറച്ച് പോർഷനെ വരുന്നുള്ളൂ. എക്സ്ക്ലൂസീവ്ലി സ്പോർട്സ് ആണ്. നമ്മൾ ഹിന്ദിയിലും ഒക്കെ കണ്ടുകൊണ്ട് വരുന്ന ഒരു സിനിമയുടെ പാറ്റേൺ ആണ്. ആ പാറ്റേൺ അതായത് അതിന്റെ ഒരു ലൈറ്റ് വേർഷനാണ്. അതായത് നമ്മള് ഒളിമ്പിക്സിന് പ്രിപ്പയർ ചെയ്യണ താരത്തിനെ വിട്ടിട്ട് ഇവിടെ ഡിസ്ട്രിക്ട് ലെവല്, സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, ലോക്കലും അങ്ങനെ മത്സരത്തിന് അവിടെ കിടക്കുന്ന ഇതിന്റെ ഒരു കോമ്പറ്റീഷൻ സാധനമാണ് കിടക്കുന്നത്. ഒരു ലക്ഷ്യം ഇതില് ഈ പടം എടുത്തതില് ഏറ്റവും ഭയങ്കര ചലഞ്ച് ഒരു ഇതായിട്ട് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആ പിള്ളേർ സെറ്റിന് എല്ലാവർക്കും ഈക്വൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു ഇതിലാണ് ചെയ്തിട്ടുള്ള പടം. നമ്മളതിൽ വാവ് മൊമെന്റ് പ്രതീക്ഷിക്കാത്ത ഒരാളിൽ നിന്നാണ് അങ്ങനത്തെ ഒരു സാധനം വരുന്നത് ആ ഫൈറ്റില്. അത് ഇനി പറയാം, നമ്മളെ 8-10 ചെറുപ്പക്കാരുണ്ട് ആ പടത്തിൽ. അതിൽ 6 പേരെ ഫോക്കസ് ചെയ്താണ് പടം പോകുന്നത്. ഈ 6 പേരില് 8 പേരെ തന്നെ ഫോക്കസ് ചെയ്താൽ പറയാം. എല്ലാവർക്കും സ്പേസ് ഉണ്ട്, എല്ലാവർക്കും. അതതിന്റെ ഭയങ്കര ചലഞ്ചായിട്ട് എനിക്ക് തോന്നി. അല്ല ചലഞ്ചല്ല, ചിലപ്പോ ആ ഒരു ഫോക്കസ് പോയ കൊണ്ടായിരിക്കും ഞാൻ പ്രതീക്ഷിച്ച അത്ര എത്താണ്ട് പോയെന്ന് എനിക്ക്. എല്ലാവർക്കും സ്പേസ് കൊടുത്തോണ്ട് സ്ക്രിപ്റ്റിനകത്ത് അവരത് കറക്റ്റ് ആയിട്ട് സ്പേസ് കൊടുക്കാൻ വേണ്ടി ഡയലോഗ്സ് എഴുതുന്നതിലാണെങ്കിലും സീൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിലാണെങ്കിലും എല്ലാവർക്കും. അതായത് ഒരു നായകനുള്ള പടമല്ല. അല്ല, ഇതൊരു സിംഗിൾ നായകൻ പടമല്ല. നമ്മുടെ കാർത്തിക്, നമ്മുടെ ആ കൂട്ടത്തിൽ നമുക്കറിയാം കാർത്തിയാണ്. പക്ഷെ കാർത്തിയൊക്കെ പോപ്പുലാരിറ്റി കുറവുള്ള ആൾക്കാരായതുകൊണ്ട്. പക്ഷെ കാർത്തിക്, ഞാൻ സിനിമ തിയേറ്ററിൽ കണ്ടോണ്ടിരുന്ന കാർത്തിയുടെ സീനൊക്കെ നമുക്ക് അറിയാം, എടുത്ത് നിൽക്കുന്നുണ്ട് ആ സീൻസ്. അതെ, അവന്റെ ഡയലോഗ്സ്. ഞാൻ സിനിമ കണ്ടപ്പോ ഏറ്റവും കൂടുതൽ അവിടെ കയ്യടി വന്നത് അല്ലെങ്കിൽ ചിരി വന്നത് കാർത്തിയുടെ ഡെലിവറി. ഞാൻ എക്സ്പെക്ട് ചെയ്ത റോളല്ല കാർത്തിക് കൊടുത്തത്. കാർത്തിക് ആണെങ്കിൽ കാർത്തിയുടെ ഒരു രീതി വിട്ടിട്ട് എപ്പോഴും ഒരു സീരിയസ് ആയിട്ട് നിൽക്കുന്ന ക്യാരക്ടറിനെ പോലെ കാർത്തിക് പ്രസന്റ് ചെയ്തത്. അതിൽ തമാശ കൊണ്ടുവരുമ്പോ രസമാണ്, ഫണ്ട് കൊണ്ടുവന്നിട്ട് അടിപൊളിയായിരുന്നു. കാർത്തിക് അടിപൊളിയായിരുന്നു. പുള്ളിയും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. സെറ്റ് വൈസ് എനിക്ക് പുള്ളിയുടെ പുള്ളിയെ ബൾക്കപ്പ് ചെയ്ത്, പുള്ളിയാണ് ആ കൂട്ടത്തിൽ ഏറ്റവും ഹെവി വെയിറ്റ് മത്സരിക്കുന്ന ആള്. ഗണപതിയുടെ ബോഡി ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു. ബൾക്കപ്പ് ചെയ്തപ്പോ ഗണപതി എനിക്ക് നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ഗണപതി ആ കുഞ്ഞിന് ഇങ്ങനെ വളർന്ന് പുള്ളിക്ക് മാസ് ഹീറോ ഒക്കെ ചെയ്യാനുള്ള ബോഡി ഉണ്ട്. ഗണപതിക്ക് ആ ഒരു മാസ് ഹീറോയുടെ ചെയ്യാനുള്ള ബോഡി ഉണ്ട്. ഗണപതി ഇനി അടുത്ത 6 പാക്കും കുറച്ചുകൂടെ ബൾക്കപ്പ് ഒക്കെ ചെയ്ത മാസായോ. പക്ഷെ 6 പാക്കല്ല ചെയ്തേക്കുന്നത് മറ്റേ ബൾക്കപ്പ് ബോഡി ഉണ്ടല്ലോ, നല്ല സൈസ് തോന്നി. കാറ്റഗറി മത്സരിക്കുന്ന ആളായിട്ടാണ് പുള്ളി വരുന്നത്. ദീപക്കേട്ടൻ എന്നാണ് ഗണപതിയുടെ ക്യാരക്ടറിന്റെ പേര്. അവരെക്കാൾ എല്ലാം മൂത്ത ആളാണ് പുള്ളി. നമുക്ക് ഇഷ്ടം തോന്നുന്ന ഒരു ക്യാരക്ടർ. ഗണപതി നല്ല ക്യാരക്ടറാണ്. ഗണപതി മാത്രമല്ല എല്ലാ പിള്ളേരും എനിക്ക് പടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നസ്ലനെ തന്നെയാട്ടോ. നസ്ലന്റെ പെർഫോമൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു എന്താ പറയാ, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പയ്യൻ. അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു അത്യാവശ്യം നല്ലൊരു ഫിനാൻഷ്യൽ അല്ല, ഞാൻ പറയട്ടെ, അങ്ങനത്തെ കൂട്ടുകാരുണ്ടല്ലോ. അപ്പോ പുള്ളി അല്ല, അവൻ അതില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കുറെ എന്താ പറയാ, ഇങ്ങോട്ട് ഇടി കിട്ടുമ്പോഴും അല്ലെങ്കിൽ നെഗറ്റീവ് അടിക്കുമ്പോഴും ആശം പക്ഷെ ഒട്ടും ഡൗൺ ആവുന്നില്ല. ഫുൾ പവറിൽ മുന്നോട്ടാണ്. മനസ്സിലായോ? എനിക്ക് നല്ല രസം. ടൈലർ മെയ്ഡ് ബേസ് സാധനങ്ങളുണ്ട്, അതെല്ലാ സിനിമയ്ക്കകത്ത് സെയിം ആണ്. കുഴപ്പൻ പ്രത്യേകിച്ച് രക്ഷയില്ലാത്ത മനുഷ്യൻ അല്ലേ, പക്ഷെ ഇപ്പോഴും പുള്ളിയെ കൊണ്ട് വേറെ എന്തൊക്കെ ചെയ്യിക്കാം. എന്നിട്ട് തന്നെ പുള്ളിക്ക് ടൈലർ മെയ്ഡ് വരുന്ന പോലെ. ഇതിന് മുമ്പ് വന്ന പടം ഏതായിരുന്നു? എടാ, പ്രേമലു ആണെങ്കിലും അയം കാതലിനാണെങ്കിലും പുള്ളി പ്രത്യേകിച്ച് കഴിവൊന്നും ഇല്ലാത്തൊരു മനുഷ്യൻ. പുള്ളി ലൈഫിൽ സക്സസ്ഫുൾ അല്ല. പുള്ളിക്കാണെങ്കിൽ എല്ലാം അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പുള്ളിക്ക് പറ്റാത്ത കാര്യങ്ങൾ, അതായത് പുള്ളിയുടെ ലീഗിന് പറ്റാത്ത കാര്യങ്ങൾ അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ അതിന്റെ വാശി ഇതൊക്കെ കാണിച്ചു നടക്കുന്ന എനിക്ക് ഇപ്പോഴത്തെ പിള്ളേർക്ക് ശരിക്കും അവരുടെ ഒരു റിഫ്ലക്ഷനായിട്ട് ചിലപ്പം എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നു ചിലപ്പോ ഒരു സെക്കൻഡ് പാർട്ട് വന്നാലും തരക്കേടില്ല അല്ലേ? ചിലപ്പോ വേണമെങ്കിൽ ജിംഖാനൊക്കെ സെക്കൻഡ് പാർട്ട് അങ്ങനെയാണ്, അങ്ങനത്തെ ഒരു എൻഡിങ് ആണെന്ന് എനിക്ക് തോന്നി. ഇവര് എവിടെയായിട്ട് പറയാതിരുന്ന സ്ഥിരമായിട്ട് ഇപ്പൊ സെക്കൻഡ് പാർട്ടുകളിൽ കുത്തൊഴുക്കുള്ളതുകൊണ്ട് പറയാതെ എൻഡ് ചെയ്തത്. ഇവരുടെ ഈ പടത്തിനുള്ള മോട്ടിവേഷൻ എന്ന് പറയുന്നത്, ഞാൻ അതിന്റെ ഇന്റർവ്യൂ കണ്ടപ്പോ ഇയാള് തുടങ്ങിയ ഖാലിദ് റഹ്മാൻ തുടങ്ങിയ ക്രൂവിലുള്ള എല്ലാവരും ഒരു കാലത്ത് ബോക്സിങ് ഇതേ സിറ്റുവേഷനിൽ തന്നെ ബോക്സിങ് പഠിക്കാൻ പോയിട്ടുണ്ട് പറയണേ. അതുപോലെ ഇവര് എറണാകുളം റെപ്രസെന്റ് ചെയ്ത് മത്സരിക്കാൻ പോയിട്ടുണ്ട്. അവിടെ അവര് കണ്ടിട്ടുള്ള സാധനങ്ങൾ ഇതിലൊരു 90% റിയൽ സാധനങ്ങളാണെന്ന് പറയണത്. അപ്പൊ ഇത് ഒന്നില്ലെങ്കിൽ ഒരു ബോക്സിംഗ് ലെവലിൽ മത്സരിച്ചിട്ടുള്ളവർക്കോ അങ്ങനെയുള്ളവർക്കോ ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. എൻ്റെ കോളേജിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ജോഷ എന്ന് പറഞ്ഞിട്ട്. അവൻ കോളേജിൽ വരുമ്പോൾ
അവൻ കരാട്ടക്കാരനാണ്. കരാട്ടക്കാരൻ എന്നല്ലേ പറയാ, നമ്മള് ചെറുപ്പത്തിൽ കരോട്ട. കരാട്ടെ അവൻ ബ്ലാക്ക് ബെൽറ്റ് എന്തോ ഡാനൊക്കെ ഇല്ലേ, ബ്ലാക്ക് ബെൽറ്റ് കഴിഞ്ഞിട്ട് എന്തൊരു സാധനം ഉണ്ട്, അത് കഴിഞ്ഞ് എത്രയാണ്ട് ഡാൻ കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു, റെഡ് അങ്ങനെ തോന്നുന്നു. അപ്പൊ അവൻ വരുമ്പോ കോളേജിൽ വരുമ്പോ തന്നെ ഉണ്ട് ഇവൻ കരാട്ടക്കാരനാണ് എന്നുള്ളൊരു സാധനം ഉണ്ട്. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇവൻ ഭയങ്കര അടി ഉണ്ടായി കഴിഞ്ഞ് ഇവനെ കൊണ്ടുപോയി ഒരു 4 ആളെ നോക്കിക്കോളുന്നല്ലേ. ഇവ ഒരാളെ തല്ലില്ല, ഇവന്റെ ജീവിതത്തിൽ ഇവ ഒരാളെ തല്ലണ്ടില്ല, അടിക്കാൻ കൊണ്ടുപോയാലും ഇതെണ്ടി പിടിച്ചു മാറ്റുള്ളൂ. നമ്മളവിടെ അത് എല്ലാ സിനിമകളിലും ഇതുപോലെ ഉണ്ടല്ലോ അല്ലേ? അല്ല, എല്ലാ സിനിമകളും ഇതുപോലുള്ള ഒരു മാസ്റ്റർ ക്യാരക്ടർ പറയുന്ന ഒരു സാധനമാണ്. നീയൊക്കെ കരാട്ടെ പഠിക്കുന്നത് പുറത്തു പോയി തല്ലുണ്ടാക്കാനല്ല. ഇവൻ തല്ലില്ല, സത്യമായിട്ടൊന്നുമില്ല. ഞാൻ സത്യം പറഞ്ഞ ഗുണത്തിന് വേണ്ട സാധനം സെൽഫ് ഡിഫൻസിനാണ്, ഒരു സെൽഫ് കൺട്രോളിനും ബോഡിക്കും വേണ്ടിയാ ശരിക്കും ഇത് പഠിക്കുന്നത്. അതായത് വൃത്തിക്ക് പഠിച്ചു എന്നുള്ളതിന്റെ തെളിവാണ്. അവൻ പഠിപ്പിക്കുന്നുണ്ട്, അല്ല അവൻ പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പൊ ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഈ മസ്ലിംമാരെ അങ്ങനെ അധികം കാണൂല. അതായത് ഈ പ്രോട്ടീൻ പൗഡർ ഒന്നും അടിച്ചു തുടങ്ങിയിട്ടില്ല നമ്മുടെ നാട്ടിലത്തെ ആൾക്കാർ. കൂടി വന്നു കഴിഞ്ഞാൽ കുറെ തടി വെക്കും, എന്നിട്ട് ചെറിയൊരു ഷേപ്പ് ഉണ്ടാവും കഴിക്കും. അപ്പൊ തന്നെ ഇങ്ങനത്തെ ടീഷർട്ട് ഇടും. അന്നത്തെ ഭീമയാണ് അന്നത്തെ ബോഡിയുടെ റോൾ മോഡൽ. അതായത് ബൾക്കാണ്, പാക്ക് വന്നിട്ടില്ല. 6 പാക്ക് ട്രെൻഡ് വരുന്ന നമ്മളൊരു ഫൈനൽ ഇയർ എത്തുമ്പോഴൊക്കെ 8 പാക്ക് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതൊക്കെ ഒരു കാലം. എല്ലാരും കൂട്ടി അത്ര കൂടുതൽ ഭീമ ബൾക്കപ്പ്. അപ്പോ അത്രയും ഫിഗറുള്ള ഒരുത്തനെ ഞാൻ കണ്ടിട്ടില്ല. അതായത് ഇവൻ നല്ല ബിൽഡ് ആയിട്ടുള്ള ഒരുത്തനാണ് ഇവൻ. ഈ പറഞ്ഞ പോലെ ശാന്തശീലൻ, തരക്കേടിലാണ്, നന്നായിട്ട് അവൻ പഠിക്കുകയൊക്കെ ചെയ്യും, ഭയങ്കര ഫോക്കസ്ഡ് ഒരുത്തൻ. അവൻ സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ ഇതുപോലെ അവൻ ബോക്സിങ്ങിന് ഇറങ്ങാൻ തീരുമാനിച്ചു. അവൻ ഈ അമേച്ചർ ഒരു ഓപ്പൺ ടൂർണമെന്റിന് ഇറങ്ങുന്നു. ഫസ്റ്റ് റൗണ്ടിൽ ഞാൻ തൃശ്ശൂരാണ് നടക്കണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ജോഷ ഞാനും കാണാൻ വരുന്നുണ്ടാ തന്നെ. അപ്പൊ ചേട്ടനും ഉണ്ട്, ഞാനൊരു സിനിമ കഴിഞ്ഞിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് വേഗം പോകാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി അവനെ ഫോൺ ചെയ്ത് വിളിച്ചൊരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അവൻ വിളിച്ച്, എടാ കഴിഞ്ഞു കേട്ടോ. ഫസ്റ്റ് റൗണ്ടിൽ ഇവൻ നോക്കൗട്ടായി പോയി, കിട്ടി വീണു. അന്ന് അവൻ ഇതിനെ കാര്യമായിട്ട് എടുത്ത്. അപ്പോൾ കരാട്ടെ പഠിച്ചതിൻ്റെ ഒരു ഇതിലായിരിക്കും ചിലപ്പോൾ ഇവൻ ഈ ഓപ്പൺ ടൂർണമെന്റിന് ഇറങ്ങിയിട്ടുണ്ടെന്ന്. ഇവൻ മത്സരിച്ചത് യൂണിവേഴ്സിറ്റി പ്ലെയറിൻ്റെ അടുത്താണ്. അത് കാരണം ഫസ്റ്റ് റൗണ്ടിൽ തന്നെ അവന് നിൽക്കാൻ പറ്റിയില്ല, പോകുന്നു. അത് കഴിഞ്ഞിട്ട് ഇവൻ ഈ പറഞ്ഞ പോലെ നല്ല പോലെ പ്രാക്ടീസ് ചെയ്ത്, ക്രൈസ്റ്റിലെ കുറച്ച് ചേട്ടന്മാരൊക്കെ ആയിരുന്നു ഇവനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്നതാണ്. അടിപൊളിയായി പ്രാക്ടീസ് ചെയ്ത് ഇവൻ അടുത്ത കൊല്ലത്തിൽ യൂണിവേഴ്സിറ്റി അടിച്ചു. അപ്പോൾ ആ മത്സരിച്ചതിൽ കുറേ നോക്കൗട്ടൊക്കെ ഉണ്ടായിരുന്നു എന്നുണ്ട്. അപ്പോൾ അന്ന് ഏറ്റവും തമാശ എന്താണെന്ന് വെച്ചാൽ ഈ പരിപാടിക്ക് ഒരു സ്ഥലത്തും സപ്പോർട്ടില്ല. ഞങ്ങളുടെ കോളേജിൽ നിന്ന് ഒരു സപ്പോർട്ടില്ല. ഇവൻ പോയത് ഇവൻ്റെ ഓൺ ഇതിൽ കോളേജിൽ നിന്ന് ഇത് മേടിച്ച് അവൻ പോയി. ഇവൻ മത്സരിക്കാൻ പോകുമ്പോഴാണ് നമ്മളറിയണേ ഇങ്ങനെ ഒരു ഇവൻ ഇന്ന് ട്രെയിൻ ചെയ്യുന്നതോ കാര്യങ്ങളൊന്നും നമ്മളറിയണില്ല. അത് കഴിഞ്ഞിട്ട് വിളിച്ചു പറയുമ്പോൾ അറിയണേ യൂണിവേഴ്സിറ്റി ഇതിൽ ഇവൻ ഇതടിച്ചു എന്നുള്ളത്. പിന്നെ യൂണിവേഴ്സിറ്റി ലെവലിലും എനിക്ക് തോന്നല്ലേ ബോക്സിങ്ങിനെ വലിയ കാര്യമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്നോ. നമ്മളങ്ങനെ ഒരു ഗെയിം ഈ ആലപ്പുഴ ജിംഖാന കണ്ടപ്പോഴേ എനിക്ക് തോന്നി, ഞാൻ ഇവന്റെ മത്സരം കാണാൻ പോകുമ്പോൾ ഒരു ബോക്സിംഗ് റിംഗ് കാണണേ. ആലപ്പുഴ ബേസ് ചെയ്ത് അങ്ങനെ ഒരു സാധനം ഉണ്ടോ? ശരിക്കും ഉണ്ടാവില്ല, ആലപ്പുഴയിൽ ബേസ് ചെയ്തിട്ടില്ല. ഇല്ല, ഇവർ ശരിക്കും ആലപ്പുഴ ജിംഖാന എന്നിട്ടുള്ളൂ. ഞാൻ ഇനി വിചാരിച്ചു ശരിക്കും അങ്ങനെ ഹിസ്റ്ററിക്കൽ സാധനം ഉണ്ടോ, അതായത് ബോക്സേഴ്സ് ആയിട്ടൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ ഇപ്പൊ പിന്നെ പിള്ളേർക്ക് വേണ്ടി തുടങ്ങിയ ഒരു സാധനം ഉണ്ടെന്ന് എനിക്ക് തോന്നിച്ചു പോയി. ഇനി ചിലപ്പോ ഒരു ട്രെൻഡ് വരും പിള്ളേര് ഇതില് ഇവര് ബോക്സിംഗ് പഠിക്കാനുള്ള ഒരു കാരണമുണ്ട്. ആ കാരണം എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു കാരണം. അപ്പൊ അതൊരു ട്രെൻഡ്. അതിലൊരു സാധനം കൂടി പറയുന്നുണ്ട്, ലോകത്തെ ഏറ്റവും പവറുള്ള പഞ്ച് എന്ന് പറയുന്നത് ഒരു ബോക്സറിന്റെ. അത് കരാട്ടെ പഠിക്കുന്നതിന്റെ അല്ല. അതിപ്പോ ഇവൻ പറഞ്ഞു വെച്ച് നോക്കുമ്പോ കറക്റ്റാ. ജോഷയ്ക്ക് ഫസ്റ്റ് ഇടിയിലാവും വീട്. അവൻ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് സെക്കൻഡ് എന്താണ്. അപ്പൊ ഇനി ഇതൊരു ഫൈറ്റ് ഇട്ട് കൊടുക്കാം കരാട്ടക്കാരന് ബോക്സ്. ഇത് വേറൊരു സംഭവം കൂടി ഉണ്ട്. എന്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ തന്നെ അവൻ മിലിറ്ററിയിൽ സെലക്ഷൻ കിട്ടിയിട്ട് അവൻ പോയ സമയത്ത് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ഇവൻ ബോക്സിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട്. അവന്റെ ഓപ്പോസിറ്റ് നിന്നത് നാഷണൽസ് എന്താ കളിക്കുന്ന ഒരൊറ്റ ഇടി കൊണ്ടുള്ളൂ എന്ന് പറഞ്ഞത്. അവൻ 1 മാസം ചികിത്സയിലായിരുന്നു. അതുപോലെ നല്ല പവർ ഉണ്ട് എന്ന് പറയണ ഒരു ഇടി. അപ്പൊ അവൻ പറയും ഈ സാധനമൊക്കെ ഉണ്ടല്ലോ നമ്മൾ വിചാരിക്കും അത് വേദന എടുക്കാണ്ടിരിക്കാനാണ്, അന്ന് വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. മുറിയാതിരിക്കാനാണ്, കൊള്ളാതിരിക്കാൻ വേണ്ടിയുള്ളൂ തോന്നിയത്. ഞാന് ബോക്സിംഗ് എന്നുള്ള സാധനം നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് ബാബുവാനിയുടെ ഒരു പടമുണ്ട്, ബോക്സർ. ബാബുവാനിയുടെ ബോക്സർ എന്നൊരു പടമുണ്ട്. ഈ ബാബുവാനിയുടെ ആക്ഷൻ പടങ്ങളുടെ തള്ളിക്കയറ്റം ഉണ്ടായ സമയത്ത് നിരത്തി പടങ്ങൾ ഇറക്കും, എല്ലാം ഹിറ്റാ. കാരണം അടിപ്പടം അത്ര വൃത്തിയായിട്ട് ചെയ്യുന്ന ആളില്ല. അപ്പൊ ഞാനൊരു ദിവസം ബസ്സിൽ ഇരിക്കുമ്പോഴത്തേക്ക് പുള്ളി ഇങ്ങനെ ഈ റിങ്ങിൽ ചുമന്ന, അതും ഇത് കണ്ടാ ഇങ്ങനെ മറ്റേ ഭയങ്കര ഗ്ലേസിംഗ് സാധനം. നമുക്ക് ഇതൊന്നും കണ്ടു പരിചയം, ടി വി ഇല്ല. പക്ഷെ അത് ശ്രദ്ധിക്കുന്നില്ല. അതൊക്കെ തമാശയായിട്ട് കാണിക്കുന്നത്. റോക്കിയൊക്കെ ഞാൻ എപ്പോഴാണ് കാണുന്നത്, അന്ന് ടി വി കേബിൾ നോക്കി എനിക്ക് എക്സസ് കിട്ടുന്ന പിന്നെ അത് കഴിഞ്ഞാൽ
ബോക്സർ എനിക്ക് തോന്നുന്നു 90-കളിലെ പടമാണ്. പുള്ളി ഒരു ചുമന്ന ബോക്സിങ് ഇത് മറ്റേ ഗ്ലൗ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു തിളങ്ങുന്ന മിന്നിങ് കളർ പോസ്റ്റർ. എന്റെ മനസ്സിൽ ബോക്സിങ് ആദ്യമായിട്ട് പടം പിടിച്ചത് ഇതാ. പക്ഷെ പിന്നെ അത് കഴിഞ്ഞ് വിട്ടുപോയി. ഞാൻ നമ്മുടെ നാട്ടിൽ അത്ര പോപ്പുലർ അല്ല ബോക്സിങ്. സർക്കിളിൽ അറിയണ്ടോ? നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം പോയിട്ട് ബോക്സിംഗ് അന്വേഷിക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ബോക്സിംഗ് പഠിക്കാൻ പോയിട്ടില്ല. ഞാൻ ബോക്സിംഗ് സെഷൻസിന് പോയിട്ടുണ്ട്. ചെറിയ ലൈറ്റ് കൾട്ടിന്റെ ഭയങ്കര നല്ല കാർഡിയോ. സ്പാറിംഗ് ഒന്നും ചെയ്തിട്ടില്ല. അതാണ് ഈ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ബോക്സിംഗ് പഠിക്കാനായിട്ട് പോകുമ്പോ നമുക്ക് 1-2 അവസരം കിട്ടി കഴിഞ്ഞാൽ നൈസ് അല്ലേ. പക്ഷെ ഇവർ ഈ പറഞ്ഞ പോലെ ഈ ആശാന്മാർ ആദ്യം കണ്ടീഷനിൽ നിങ്ങൾ പറഞ്ഞു 100 വർഷം പഠിക്കുക, 10-100 റൗണ്ട് ഓടിയിട്ട് ആണ്. പക്ഷെ അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു യൂണിവേഴ്സിറ്റി ലെവലിൽ ഇടിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ജില്ലയ്ക്ക് പോകുമ്പോഴേക്കും അത് വേണം. പക്ഷെ അല്ലാതെ ഞാൻ കാഷ്വൽ ആയിട്ടൊരു ഫിറ്റ്നസിന് എനിക്ക് ഇത് ഒന്ന് കളി കിട്ടിയ നൈസ് അല്ലേ. പക്ഷെ അധികം സ്ഥലങ്ങളിൽ ഇത് ചെയ്യില്ല. അവരത് ചെയ്യണില്ലെങ്കിൽ അതിനെന്തെങ്കിലും കാര്യം അടിക്ക് പോണ മുമ്പേ അടിന്ന് ഓടാൻ പഠിക്കണം, അടി കൊള്ളാൻ പഠിക്കണം. ഇത് സിനിമയിൽ കാണുന്നതല്ല അടി, അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. ഇതിങ്ങനെ വഴിയിൽ. പക്ഷെ ഈ സിനിമയിൽ പറയുന്ന ഒരു കാര്യം, 2 ഇടി 3 തേമ്പോ കൊണ്ടുകഴിഞ്ഞാൽ ചിലപ്പോ ഏതൊരുത്തിനും ചിലപ്പോ കുറച്ച് നമ്മൾ പണ്ട് തൊട്ടേ നമ്മള് സ്കൂളിലും പറയുന്ന സാധനം, ഒരാൾക്ക് ധൈര്യം വരണ അടി കൊള്ളണം, നല്ല ധൈര്യം വരുന്നത്. ഞാൻ ഈ പടം കണ്ട കുറെ നാൾക്ക് ശേഷം അവനെ ഞാൻ കോണ്ടാക്ട് ചെയ്തത്. ഈ പറഞ്ഞ എന്റെ ഫ്രണ്ടിന് ജോഷേനെ, അവൻ ന്യൂസിലാൻഡിലാ. ഞാൻ പറഞ്ഞില്ല, അവൻ ലൈഫിൽ നല്ല ഫോക്കസ്ഡാ. അവൻ ഈ യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ അവൻ ബോക്സിംഗ് കുറച്ച് ട്രൈ ചെയ്തു തോന്നുന്നു. പക്ഷെ എവിടെ നിന്നും ഈ പറയുന്ന സപ്പോർട്ട് ഇല്ല ഈ പരിപാടിക്ക്. അപ്പൊ അവൻ ചെയ്തു. ഇന്ന് ഇത് വലിയ ലെവലിൽ കളിക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ഭയങ്കര എഫർട്ട് ഇട്ടിട്ടായിരിക്കും വരാം. അതും കേരളത്തിൽ നിന്ന് ഒരാൾ വരാൻ എനിക്ക് തോന്നുന്നത് ഇനിയും കുറെ സമയം എടുക്കുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ ഇവിടെ അതിനുള്ള സെറ്റപ്പുകൾ വരണേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നണേ. അപ്പൊ ഞാൻ ഇത് കണ്ടപ്പോ ഞാൻ ഇവന് മെസ്സേജ് അയച്ചുടാ, നിന്റെ ഇങ്ങനെ ഒരു കഥ ഉണ്ടായിരുന്നില്ലേ. അപ്പോഴാണ് ഞാൻ ഓർമ്മ വന്നത്, ഇവന്റെ മത്സരം കാണാൻ പോയപ്പോഴേക്ക് വിടിയേറ്റി വീണുണ്ടായിരുന്നു എന്നുള്ള കാര്യം. സംഭവമൊക്കെ അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ന്യൂസിലാൻഡിലുള്ള ജോഷിയുടെ ഭാര്യയും നമ്മുടെ വിറ്റോക്സിന്റെ അത് ഞാൻ നിന്റെ പരിപാടി. ഞാൻ ഇവനായിട്ട് കുറെ നാളായിട്ട് കോണ്ടാക്ട് ഇല്ല. ഇവൻ അന്ന് ന്യൂസിലൻഡിൽ പോയി. ഈ പറഞ്ഞ പോലെ അന്ന് ഈ സ്റ്റഡി അബ്രോഡൊന്നും അത്ര പോപ്പുലർ അല്ല. ആ സമയത്ത് ഒരാൾ ന്യൂസിലൻഡിൽ പോകാനുള്ള എഫർട്ട് ഇടുന്നൊക്കെ ഞാനപ്പോൾ കാണുമ്പോൾ ഇവൻ ചെയ്യണ കാണുമ്പോൾ ഇവന് പ്രാന്തായോ, വീടും ഇതൊക്കെ ലോൺ എടുത്തിട്ട് അന്ന് 38 ലക്ഷം കിട്ടിയ ലൈഫ് സെറ്റിൽ ആവുന്ന ഞാൻ വിചാരിക്കണേ. അന്ന് 38 ലക്ഷം ലോൺ എടുത്തിട്ട് ന്യൂസിലൻഡിൽ പോയിട്ട് MSO എന്തോ ചെയ്യുന്നു. പിന്നെ അവൻ അവിടെ സെറ്റിലായി. പിന്നെയാണ് ഒരു കുത്തൊഴുക്ക് വരുന്നത്, ആൾക്കാര് പുറത്തേക്ക് പോണേന്റെയും ഈ സ്റ്റഡി അബ്രോഡ് എനിക്കറിയില്ല. ഇല്ല, ഞാൻ അവനെ കഴിഞ്ഞ ദിവസം കോണ്ടാക്ട് ചെയ്തപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു ഈ കാര്യം വിശേഷങ്ങളൊക്കെ ചോദിച്ചു, ആ നാട്ടിലൊക്കെ വരാറുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ അവൻ കഴിഞ്ഞ കൊല്ലം 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അത് ആരുടെയോ കല്യാണത്തിന് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇല്ലടാ ഈ പരിപാടികളൊന്നും ഇപ്പൊ ഇല്ല, ഇപ്പൊ ഇവിടെ വടംവലി ഉണ്ട്, അതിന് ഉണ്ട്. ബോക്സിങ് ആ സാധനങ്ങളെല്ലാം കംപ്ലീറ്റ് വിട്ടു എന്നാ പറയണേ. അപ്പൊ ഇത്രയും കഴിവുകൾ ചിലപ്പോ ആനക്കാനയുടെ വലിപ്പം അറിയില്ല എന്നാണ്. ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഈ പടം ഇറങ്ങിയപ്പോഴാണ് ഇങ്ങനത്തെ നിനക്കിതിലേക്ക് നിനക്കൊക്കെ ചിലപ്പോ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റണ്ടോ, മത്സരം നടക്കണ ആ ഒരു പ്രമേസും സാധനങ്ങളും അവിടത്തെ ഒരു അന്തരീക്ഷം ഉണ്ടല്ലോ ഈ റിങ്ങിന് പുറത്തുള്ളത്, അതൊക്കെ ചിലപ്പോ ഭയങ്കരമായിട്ട് ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊക്കെ ഞാൻ പറഞ്ഞു അവൻ്റെ അടുത്ത്. ഇതില് ബസൂക്ക ഒഴിച്ച് ബാക്കി എല്ലാ പടങ്ങളുടെയും ട്രെയിലറിൽ നിന്ന് എവിഡന്റ് ആണ് പടം എന്താണെന്നും പടം എങ്ങോട്ടാണെന്നും അത് കറക്റ്റായിട്ട് എങ്ങനെയാണോ നിങ്ങൾ മനസ്സിലാക്കിയത്. അപ്പോൾ അതുകൊണ്ട് അതിന്റെ സ്റ്റോറി ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല. ജിംഖാനയുടെ സ്റ്റോറി വൺലൈൻ ഇത്രേ ഉള്ളൂ. ഒരു സാധാരണക്കാരായ കുറച്ച് പിള്ളേര്, ഒരു പണിയില്ലാത്ത പിള്ളേര്, അവര് ലൈഫിൽ ലൈഫിൽ സക്സസ്ഫുൾ അല്ല. അവന്മാർക്ക് പറഞ്ഞ +2 തോറ്റു. അപ്പം അവന്മാർ കണ്ടുപിടിക്കുന്ന വഴി ഒരു സ്പോർട്സ് കോട്ട എന്തെങ്കിലും ഉണ്ടാക്കിയാണ് ഗ്രേസ് മാർക്ക് വാങ്ങിക്കാന്നുള്ള രീതിയിൽ അവര് ബോക്സിംഗ് ചൂസ് ചെയ്യാൻ പോകുന്നത്. അതിന് തൊട്ട് മുമ്പ് ഒരു സ്റ്റേറ്റ് ബോക്സർ ഇവരുടെ കോഴിത്തരത്തിന് വേണ്ടി കൂട്ടുകാരന് ഒറ്റടിക്ക് ട്രെയിലറിൽ കാണിക്കുന്നുണ്ട്. ആ മഞ്ഞ ഷർട്ടിൽ ഇടിക്കാൻ പോകുന്നത്, ഇടി കിട്ടുന്നത് തിരിച്ച് പണിയും കൂടെ വേണം. അതാണ്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യം. ആ സാധനം പിടിക്കാൻ വേണ്ടി ഒരു ബോക്സിംഗ് പഠിക്കാൻ പോകുന്നു. പിന്നെ അങ്ങോട്ട് ഫസ്റ്റ് ഹാഫിൽ ആ പിള്ളേരുടെ ഒരു വൈബും അവരുടെ കണക്ഷൻസും തമാശയൊക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള മൊമെന്റും കുറെ വർക്ക് ആവുന്നുണ്ട്. തിയേറ്ററിൽ അവിടെ ഫൺ വർക്ക് ആവുന്നുണ്ട്. സെക്കൻഡ് ഹാഫ് എക്സ്ക്ലൂസീവ്ലി എനിക്ക് തോന്നുന്നത് ശരിക്കും സ്പോർട്സ് ഡ്രാമ എന്നുള്ള ജോണറിലേക്ക് അവർ കറക്റ്റ് ആയിട്ട് കയറി. നിങ്ങൾക്ക് സ്പോർട്സ് ഡ്രാമാസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ അവർക്ക് കറക്റ്റ് ആയിട്ട് വർക്ക് ആവുന്ന ഒരു പടം. സെക്കൻഡ് ഹാഫ് ത്രൂ ഔട്ട് ബോക്സിംഗ് റിംഗ് ആണ്. എനിക്ക് ഏകദേശം ഫുള്ള് ബോക്സിംഗ് റിംഗ് തന്നെയാണ് സെക്കൻഡ് ഹാഫ് മൊത്തം കാണിക്കുന്നത്. ചിലർക്ക് ആൾക്കാർക്ക് ഈ പ്രശ്നം എന്താ, ചിലർക്ക് ഇങ്ങനത്തെ പടങ്ങൾ ഇഷ്ടമല്ല. സ്പോർട്സ് ഡ്രാമ എന്ന് വെച്ചാൽ ഇത് തന്നെ കണ്ടോണ്ടിരിക്കും, ഞാനൊരു ഏതെങ്കിലും ഗെയിമോ ഇത് തന്നെ കണ്ടോണ്ടിരിക്കണ പടം, അങ്ങനെയുള്ളവർ നിങ്ങൾ ആലപ്പുഴ ജിംഖാന ചൂസ് ചെയ്യണമെന്നില്ല. അല്ലാത്തവർക്ക്
സ്പോർട്സ് ഡ്രാമ കാണുന്നവർക്കാണ് എനിക്കൊന്ന് ഒരു പെർഫെക്റ്റ്ലി ഡീസന്റ് ഒരു കോമഡി പടം കാണാനാണെന്നുണ്ടെങ്കിലും ഇത് നല്ലതാണ്. പിള്ളേരുടെ വൈബോടെ അത് അങ്ങനെ പിള്ളേരുടെ vibe അയാം കാതലിനും മറ്റേ പ്രേമലവും റൊമാൻസും ഒക്കെ അതുപോലത്തെ ഒരു ഇതില് എന്നിട്ട് 10 പാട്ടുണ്ട് എന്താ പറയണ്ടായിരുന്നു. 10 പാട്ട് 2 പാട്ട് അതേതോ ടൈറ്റിലായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം കൂടി എടുത്തിട്ടായിരിക്കും. പഞ്ചാര പഞ്ചും മറ്റേ നീമ്പു ലെമൺ അത് മാത്രമേ ഫുള്ളായിട്ട് കുറെ കേൾപ്പിക്കുന്നുള്ളൂ. പഞ്ചാര പഞ്ചാൽ നല്ല എനിക്ക് നെസ്ലിനെ അനഘയുടെ കോറിയോഗ്രാഫി കാണാൻ നല്ല രസമാണ്. എനിക്ക് നെസ്ലിനെ ഒരിക്കലും വർക്കാവത്തില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ആ പോയിന്റ് കൂടുതൽ. ചിലപ്പോൾ നെസ്ലിനെ വർക്കാവുന്ന പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ചിലപ്പോൾ വർക്കാവും. എനിക്ക് വർക്കാവും. അപ്പൊ നീ എന്തായാലും പോണം. നീ അത് ചെറുപ്പം പിടിക്കാൻ വേണ്ടി നോക്കണ്ട. എന്റെ പ്രായം 30 കഴിഞ്ഞു. പക്ഷെ എനിക്ക് ബാക്കിയെല്ലാ പിള്ളേരെ അടിപൊളിയായിട്ട് നസ്ലിനെ ഒഴികെ ബാക്കിയുള്ള കണക്ട് ആവും. എന്താണെന്ന് അറിയത്തില്ല. എനിക്ക് സ്ഥിരമായിട്ട് ഈ ക്യാരക്ടേഴ്സ് എന്തുകൊണ്ടാണ് പുള്ളിക്ക് വരുന്നത് എന്നുള്ള തോന്നലുണ്ടായിരിക്കും. ഇത് തന്നെ പുള്ളി തന്നെ ചെയ്യുന്നത്. പുള്ളിക്ക് മാറ്റി ചെയ്തൂടെ? മാറ്റി ചെയ്യറിയ അവൻ എന്തായാലും ഇതില് കോമഡി ചെയ്തേക്കുന്ന ഒരു വേറൊരു മീറ്ററിലല്ലേ, അത്യാവശ്യം നല്ലൊരു കാണാൻ രസമുള്ള ഒരു ഇതല്ലേ. എനിക്ക് അതും തോന്നുന്നില്ല. അനീസ് നമ്മൾ ഇൻഡസ്ട്രിക്കാരാണ്, അപ്പൊ നമ്മൾ വർക്ക് ആയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ മാത്യു ഘടകമാണ്. ഞങ്ങള് മാത്യുവിനെ തമിഴ് വേറെ ലെവലിൽ പ്ലേസ് ചെയ്തോണ്ടിരിക്കുന്നു. തമിഴിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് വിജയുടെ നീ നോക്കിക്കോ ഒരു 10 വർഷം കഴിഞ്ഞ് മാത്യു അല്ലല്ല മാത്യു വേറെ ലെവലായിരിക്കും. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഗ്ലാമർ വൈസ് പിള്ളേർക്ക് കൂടുതൽ താല്പര്യം നെസ്ലിനെ ആയിരിക്കും. എന്റെ ഒരു കാൽക്കുലേഷൻ. ഇപ്പൊ ആൾക്കാർക്ക് നെസ്ലിനായിരിക്കും പിള്ളേർക്ക് കൂടുതൽ താല്പര്യം. പെർഫോമൻസ് വൈസ് നസ്ലിന് താല്പര്യം ഉണ്ടാവില്ല. ഈ പിള്ളേർക്ക് എനിക്ക് നമുക്ക് ഫസ്റ്റ് അട്രാക്ഷൻ സിനിമയുടെ ഫസ്റ്റ് അട്രാക്ഷൻ എന്തായാലും അയാളുടെ ലുക്സ് തന്നെയാണ്. പിന്നെയാണ് നമ്മൾ ഒരു ചാം എന്ന് പറഞ്ഞ സാധനം. അത് അവൻ ഡയലോഗ് ഡെലിവറിയിലും പെട്ടെന്ന് ആക്ടിങ്ങിന്റെ സൂക്ഷ്മ സാധനങ്ങളൊക്കെ നമ്മൾ പിന്നെയാണ് നോക്കുന്നത്. അതായത് പുള്ളി എസ്റ്റാബ്ലിഷ് ഒക്കെ ആയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് വരത്തുള്ളൂ ബാക്കി കഴിഞ്ഞ്. പക്ഷെ ഇപ്പൊ എനിക്കൊന്ന് ഈ പറയുന്ന ഫ്രെയിമിൽ മാത്യു ചിലപ്പോൾ ഒരു പോയിട്ട് താഴെ ആയിരിക്കും. നമ്മളിപ്പോ ആണുങ്ങൾക്ക് മാത്രമല്ലോ ഹീസ് 8 ഹീസ് 7 എന്നൊക്കെ അങ്ങനെ മാത്യു ചിലപ്പോൾ ഇപ്പൊ താഴെ ആയിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു മാത്യു അത് സെറ്റായിട്ട് വിജയൊക്കെ ഒരു തിരിച്ചു വരവ് വന്നത്. വിജയൊക്കെ ആദ്യം കാണുമ്പോൾ ബൈലുക്സ് ധനുഷിനെ ഒക്കെ ഒരു സമയത്ത് നമ്മൾ അയ്യോ പുള്ളി എന്തൊരു മോശം കോലമായെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ധനുഷിനെ കാണുമ്പോൾ ആൾക്കാർക്കല്ല പുള്ളി ഭയങ്കര രസമാണ് കാണാൻ എന്ന് തോന്നിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അതുപോലെ മാത്യുവിനൊരു ഈ പറയുന്ന ലുക്ക് മാറും. മാത്യു ഇതുവരെ ചെയ്തേക്കുന്ന റോളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ തുടക്കം തന്നെ വന്ന റോൾ ഏതായിരുന്നു പുള്ളിയുടെ? നമുക്ക് ഫ്യൂച്ചറിൽ മമ്മൂട്ടി മോഹൻലാൽ പോലെ പറയാൻ സാധ്യതയുള്ള 2 പേരാണ് മാത്യു നെസ്ലിൻ. തണ്ണീർമത്തനില് ഈ കോംബോ അല്ലേ, അതിൽ ഇവനൊരു പഠിപ്പി പയ്യൻ അല്ലേ, അതായത് കുമ്പളങ്ങിയുണ്ട് അല്ലെ. പക്ഷെ അവിടേക്ക് ഇവനൊരു നേർഡ് അല്ലെങ്കിൽ ആ ഒരു സൈഡ് നെസ്ലിനാണ് അവിടെ സ്കോർ ചെയ്യുന്നത്. ഒരു ലൈക്കബിൾ കുറച്ചുകൂടെ ലൈക്കബിൾ ഒരു കൂട്ടുകാരനായിട്ടുള്ള റോളുകൾ നെസ്ലിൻ നെസ്ലിൻ മാത്യുവിന്റെ നായകനായിട്ടുള്ള പടത്തില് സെക്കൻഡ് ഹീറോ ആയിട്ട് വന്ന ആളാണ്. പക്ഷെ നല്ല സപ്പോർട്ടിംഗ് കൂട്ടുകാരൻ റോൾ ചെയ്യുന്നതുകൊണ്ട് ലൈക്കബിലിറ്റി. ഇതിലും ഒരു സാധനം ഉണ്ട്, നമുക്ക് കിട്ടുന്ന ചെറിയ സ്പേസ് നന്നായി യൂട്ടിലൈസ് ചെയ്യാൻ സാധനം ഉണ്ട്. അവൻ ജോൺ ചെയ്ത പോലെ ജോൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പോലെ ദുൽഖർ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ക്യാരക്ടർ ജോൺ. ഇപ്പൊ തണ്ണീർമത്തൻ ദിനങ്ങളില് അവന് ഇത്രയുള്ള സ്പേസ് ഉള്ളു. അതിൽ അവൻ ആ ഡയലോഗ് ഡെലിവറി ചെയ്യുന്നതിന്റെ ഒരു ഇത് നിനക്കൊക്കെ ചോദിക്കുന്ന പെണ്ണുങ്ങള് അതൊക്കെ ഭയങ്കര സാധാരണ പിള്ളേര് വർത്താനം പറയണ പോലത്തെ ഒരു ഫീലും ഇതും കിട്ടുന്നുണ്ട്. പിന്നെ പെർഫോമൻസിൽ പുള്ളി അത് പിടിച്ചു കയറ്റിയ അനിയനാണല്ലേ. സൂപ്പർ ശരണ്യയില് മറ്റൊരു സൈഡ് പൈൻ ക്യാരക്ടർ ഉണ്ട്, രസമാണ്. കിട്ടുന്ന സ്പേസ് അവൻ നന്നായിട്ട് യൂസ് ചെയ്യും. തമിഴ് പടം ഉണ്ടെന്ന് ഇത് മാത്യുനുണ്ട് ഏതിലോ ഉള്ള ഇതിന്റെ ടൈം കാരണം ചെയ്യാണ്ടിരുന്നതാ. കിട്ടിയിട്ടില്ല. ഏതൊരു പടത്തിൽ വരുന്നുണ്ടെന്ന് കേട്ടില്ല. ഈ പടത്തിന്റെ സംസാരം നടന്നിരുന്നു. ആ സമയത്ത് ഇതിന്റെ ഷൂട്ട് നടക്കായിരുന്നു. ഇത് ഗുഡ് ബാഡ് അഗ്ലിയിലെ മോനായിട്ടോ അത് നമുക്ക് ജിംഖാന വിട്ടതിലേക്ക്. ജിംഖാന സ്പോർട്സ് ഡ്രാമ ഇഷ്ടപ്പെടുന്നതിനെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയി കാണാം. ഒരു ഡീസന്റ് ബാച്ച് ആണ്. നെസ്ലിൻ ഫാൻസ് ആണെങ്കിൽ മസ്റ്റ് വാച്ച് ആണ്. തല ഘടകം മൊത്തം ഞാൻ ശരിക്കും വിചാരിച്ചത് ആലപ്പുഴ അങ്ങനെ സാധനം ഉണ്ടെന്നാണ് വിചാരിച്ചത്. അതിന് നമ്മളിപ്പോ സിനിമയല്ല അല്ല പയ്യന്മാർക്ക് എന്തായാലും പയ്യന്മാർക്ക് കുറച്ചുകൂടെ കൂടുതൽ മയ്യ ആലപ്പുഴയ്ക്ക് ഞാൻ വിചാരിച്ചിരുന്നത് ആലപ്പുഴ ശരിക്കും ജിംഖാന ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് എന്നാണ്. അപ്പൊ അത് അല്ല അവര് പറഞ്ഞിട്ടുണ്ടല്ലേ. അവരുടെ ആദ്യത്തെ ചലഞ്ച് അതായിരുന്നു, ആലപ്പുഴയിൽ ഒരു ബോക്സിംഗ് പഠിപ്പിക്കുന്ന സ്ഥലമുണ്ടോ എന്നുള്ളത്. എനിക്ക് അങ്ങനെ തന്നെ തോന്നുന്നത്. ഞാനിതൊക്കെ ഈ ഇന്റർവ്യൂ പണ്ടും മുമ്പും ഒക്കെ കണ്ടതോ റീൽസ് കണ്ടിട്ടുള്ളതോ ആയിട്ടുള്ള അറിവുകളാണ് എനിക്കുള്ളത്. ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഇന്റർവ്യൂകളും
സാധനം തന്നെ. യൂട്യൂബിൽ കാണുന്ന തബ്നയിലാണ്, അതിലാണ് ഇതൊക്കെ വായിക്കുന്നത്. നെസ്ലിൻ മുടി കോതി എന്നൊക്കെ. ലൊക്കേഷൻ വൈസ് ആലപ്പുഴ നന്നായിരുന്നു. പിന്നെ ബാക്കി പകുതി കൊച്ചി, എറണാകുളത്തെ നമ്മുടെ കടവന്ത്ര. നമ്മുടെ കടവന്ത്ര ഷൂട്ട് നമ്മുടെ ജംഗ്ഷനിൽ നൈറ്റ് ഷൂട്ട് ചെയ്തത് അതൊക്കെ കാണുമ്പോ തിയേറ്ററിൽ ഇരുന്നിട്ടേ ഇത് പറയണമെന്നുണ്ട്. പക്ഷെ നമ്മൾ പൊതുശല്യങ്ങൾ ചെയ്തിട്ടിരിക്കല്ലേ. ഇവിടെ ഞങ്ങൾ പോകുന്നതാണ്. നമ്മൾ ഏതൊരു ദിവസം രാത്രി ഒന്ന് നമ്മുടെ ജംഗ്ഷൻ ഏതാ ആ ജംഗ്ഷൻ കത്രികട പാലത്തിന്റെ രാത്രി ഒരു ഫൈറ്റും അതിന്റെ ചേസും ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് രസമായത് കണ്ടപ്പോ. അവിടെ ഒരു ഡിവൈഡർ പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നില്ലേ, അതേ കൊണ്ട് കാറിടിക്കുന്ന കാണിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ആ സാധനം ഇപ്പൊ കാണാനില്ല അല്ലേ. പണ്ട് വൺ വേ ആയിരുന്നു, ഇപ്പൊ യു ടേൺ എടുക്കാം. റോഡ് വഴി വന്നിട്ട് നമ്മള് പമ്പിന്റെ ആ റോഡില്ല അങ്ങോട്ട് കേറില്ലേ, അവിടെ ഒരു നടുക്കൊരു ഡിവൈഡർ പോലത്തെ സാധനം ഉണ്ടായിരുന്നു, ഒരു ചെറിയൊരു കൂട് പോലത്തെ. അതേ വന്ന് കാറിടിക്കുന്ന സീനൊക്കെ അടിക്കുന്നുണ്ട്. അതിപ്പോ ആ കൂട് അവിടെ ഇല്ലല്ലോ. നെസ്ലിന് അതാണ് പ്ലാനിരുന്നെങ്കിൽ, അതായ പ്ലാനെങ്കിൽ മാത്യുവിന്റെ കേസ് വന്നാല് വിജയുടെ മോനെ മാത്യു പോയതുപോലെ അജിത്തിന്റെ മോന്റെ ഒരു ക്യാരക്ടർ റോൾ ഉണ്ടായിരുന്നു. നായികമാരും മകനും മലയാളത്തിൽ നിന്നാണ് അല്ലേ. മക്കളെയും നായികമാരെയും ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയും നല്ല ക്യാരക്ടർ ആർട്ടിസ്റ്റുകൾ എന്നും തമിഴ് നമ്മൾ ഇവിടുന്ന് കൊണ്ടുവരും. നെടുപിടിച്ചേട്ടനെയും കലാമണി നമ്മൾ നായകന്മാരെയും കൊടുത്തിട്ടുണ്ട്. നായകന്മാരെ കൊടുത്തിട്ട് ഓഫ് കോഴ്സ് നമ്മൾ അല്ല നമ്മൾ വിക്രം ഒക്കെ നമ്മൾ ഇവിടുന്ന് തന്നെ പോയതാണല്ലോ, മലയാളിയാണ്. തിരിച്ചു വന്നതല്ലേ ക്വാളിറ്റിയാ. അതായത് പുറത്തുനിന്നുള്ള ഒരാളെ ഇങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ മലയാളികൾ നമ്മൾ ഗുരു സോമസുന്ദരത്തിന് നായകനായിട്ട് ഒരിക്കലും കൊണ്ടുവരുന്ന എനിക്ക് തോന്നുന്നു. നീ മമ്മൂട്ടി എവിടെ നമ്മൾ ഒതുക്കി പറഞ്ഞു വിട്ടില്ല. പടം ചെയ്തോന്നല്ല. ഇപ്പം രജനികാന്ത് മലയാളി തമിഴ്നാട്ടുകാരനല്ല. കമലഹാസൻ കുറെ ചെയ്തിട്ടുണ്ട് അവിടെ, മലയാളം പടം ചെയ്തിട്ടുണ്ട്. പക്ഷെ കമൽ മൊത്തം മലയാളിയാണോ? അല്ല, കമലഹാസൻ എന്തോ മലയാളം കണക്ഷൻ ഉണ്ടല്ലോ. ഉണ്ട് കണക്ഷൻ എന്തോ ഉണ്ട്. പാലക്കാട് കമലഹാസൻ എന്തെങ്കിലും മലയാളം കണക്ഷൻ. തമിഴ് എന്നുള്ള രീതിയിലല്ല നമ്മൾ കണ്ടോണ്ടിരുന്നെന്ന് തോന്നുന്നു. അവരറിഞ്ഞതോ കുറെ കഴിഞ്ഞിട്ടാവും. നാളെ ഇവിടെ വെസ്റ്റ് ബംഗാളിൽ നിന്ന് ഒരു ആക്ടർ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരുടെ ആൾക്കാരെ എന്തെങ്കിലും പടം കാണാൻ കയറും. വെസ്റ്റ് ബംഗാളിന്റെ റീൽ നമ്മൾ കാണാറുണ്ടല്ലോ. റീലോ? അത് കാണാറുണ്ട്, ബംഗാൾ റീല് കാണാറുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡ് സാധനം ബംഗാളി ചേട്ടന്മാര് മലയാളം പറയും. ഞാനിവിടെ വെറും പാവൂറുണ്ട്. ഈ മലയാളം അറിയാനെ പറഞ്ഞിട്ട് ഞാൻ മലയാളം പറയുന്നത് അതായത് പുള്ളി പറയുന്ന മലയാളമാണ് അടിപൊളി എന്നുള്ളത്. അങ്ങനത്തെ രണ്ട് അന്യ സംസ്ഥാന തൊഴിലാളികൾ തമ്മിൽ അവരുടെ ആരുടെ മലയാളമാണ് നല്ലത് തെറിവിളി. ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ വാഴ എന്ന് പറഞ്ഞിട്ട് ഒരു ചേട്ടൻ വീഡിയോ ഇടും. ആ വീഡിയോ പിക്ചറിലിട്ടിട്ട് വേറെ നീ എന്നാടാ പറഞ്ഞ ആദ്യം മലയാളം ശരിക്കും പറയണ. ഇവര് തമ്മിലൊരു ഫൈറ്റ് നടക്കുന്നുണ്ട്. അതുപോലെ അങ്ങനത്തെ സിനിമകൾ വരട്ടെ. പറയാൻ പറ്റത്തില്ല. ബംഗാളികൾ നമ്മൾ സിനിമ അഭിനയിപ്പിക്കുന്നുണ്ടല്ലോ ചിലപ്പം. ബംഗാള് ഏതൊരു അടുത്ത കൾച്ചറൽ ഇതില് ഭയങ്കര നമ്മുടെ. ഞാൻ ഇത് സിനിമ കണ്ടില്ല, പക്ഷെ അശ്വന്ത് ഗോക്കിന്റെ റിവ്യൂ ഉണ്ട്. ഏതൊരു ബംഗാളി പടം, ശ്രീനാഥ് ബാസി ഒക്കെ ഉള്ള പടം. അതിലിങ്ങനെ ഒരു ബംഗാളി ഇവിടെ ഒന്ന് നഷ്ടപ്പെടുക അങ്ങനെ എന്താണ് കഥ. ബാസിയുടെ പടം ഏതാ? ഇപ്പൊ ഇറങ്ങിയതാണോ? അത് എന്നിറങ്ങിയതാ? കൂതറ പടമാണെന്ന് പറഞ്ഞു. ഞാൻ മറ്റേ തമിഴില് കൂതറ പടം എന്ന് കാണുമ്പോൾ ഞാൻ എടുത്ത് കാണുമല്ലോ ആ റിവ്യൂ. അപ്പൊ അങ്ങനെ ഉണ്ട്. ഗുഡ് ബാഡ് അഗ്ലി കണ്ടായിരുന്നു, റിവ്യൂ ഉണ്ടായിരുന്നു. ഓക്കെ. ഗുഡ് ബാഡ് അഗ്ലിക്കകത്ത് അജിത്തിന്റെ മോനായിട്ട് അപ്പോൾ ആയിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ നെസ്ലിനെ വിളിച്ചിട്ടുണ്ടാകും. അത് ചെയ്തേക്കുന്നത് നമ്മുടെ സലാറിലും എമ്പുരാനിലും പൃഥ്വിരാജ് ചെറുപ്പകാലം ചെയ്ത പയ്യനാണ് ഇതിനകത്ത് ചെയ്തേക്കുന്നത്. അപ്പൊ അവർക്ക് വേണ്ടത് ഒരു വെളുത്ത ആ പറഞ്ഞൊരു നിഷ്കളങ്ക ലുക്കുള്ളൊരു പയ്യനാണ് വേണ്ടത്. ആൻഡ് ഗുഡ് ബാഡ് അഗ്ലിയെ പറ്റി പറയുകയാണെങ്കിൽ അദിക് രവിചന്ദ്രനെ പറ്റി പറയണം. അദിക് രവിചന്ദ്രൻ ഇതിന്റെ ഡയറക്ടർ. പുള്ളിയെ തൊട്ട് ബാക്കിൽ ചെയ്തപ്പോൾ മാർക്ക് ആന്റണിയാണ്. മാർക്ക് ആന്റണി ഹിറ്റ് ആയിരുന്നു. വിശാലും എസ് ജെ സൂര്യയും കൂടെ ചെയ്തപ്പോൾ ഓവർ ദ ടോപ്പ് ഭയങ്കര. തമിഴ് പടം എന്താണോ ലെവൽ, നമ്മളിപ്പോ സാധാരണ പടം 10 ആണെങ്കിൽ തമിഴ് പടം 15 അതിന്റെ ഒരു ഓവർ ആകുന്നെന്ന് പറയുകയാണെങ്കിൽ അദിക് രവീന്ദ്രൻ പടം 25. അതാണ് പുള്ളി ഒരു രീതി എന്ന് പറഞ്ഞാൽ. കാണാം ഭയങ്കര കളറാണെങ്കിലും കളർഫുൾ ആയിരിക്കും പടങ്ങൾ. ഇത് അദിക് രവീന്ദ്രന്റെ പടങ്ങൾ മെഗാ കളർഫുൾ ആയിരിക്കും. ഇതുപോലത്തെ കളറോ പിന്നെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ കാണുന്നെങ്കിൽ അദിക് രവീന്ദ്രൻ ഇങ്ങനെ കാണാൻ താല്പര്യപ്പെടുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ ത്രൂ ഔട്ട് അജിത്തിനെ വെച്ചിട്ട് പല ഫാൻസിന് വേണ്ടിയിട്ട്
ഒരു പടം എടുക്കണമെങ്കിൽ എങ്ങനെ ചെയ്യണമെന്ന് പുള്ളി പ്ലാൻ ചെയ്ത സീൻ ബൈ സീന് എല്ല് കൊണ്ടുവന്ന് രാജുവായിട്ട് പ്ലേസ് ചെയ്ത പല റെഫറൻസുകൾ പ്ലേസ് ചെയ്തൊരു പടമാണ് ഗുഡ് ബാഡ് അഗ്ലി. ശരിക്കും ചിമ്പുവിനെ വെച്ച് അപ്പൊ ഇതുവരെ ഉള്ള തലപ്പടം എല്ലാം കാണണം ഈ പടം അതാ എല്ലാ തലപ്പുഴം കണ്ട ഒരാൾക്ക് ഇത് ഭയങ്കര ഫണ്ണായിരിക്കും. കഴിഞ്ഞ ഒരു 3 കൊല്ലം മുമ്പായിരുന്നു തിയേറ്ററിൽ പോണതൊരു പരീക്ഷയ്ക്ക് പോണ എഫർട്ടാ. അതായത് മറ്റേ പടത്തിന്റെ യൂണിവേഴ്സിറ്റി ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഈ യൂണിവേഴ്സിറ്റിന്ന് അങ്ങോട്ട് പോയി. അപ്പൊ മറ്റേ പടത്തില് ഏത് പടത്തിലുള്ള മറ്റേ പോലീസുകാരനെ കണ്ടപ്പോ എല്ലാരും ലിയോയ്ക്കകത്ത് മറ്റേ മരിയൻ പോലീസുകാരനെ കണ്ടപ്പോഴത്തേക്ക് എല്ലാരും കേടിച്ച് ജോൺ ഇയാൾ കൈദിക്കാത്ത ഭയങ്കര പോലീസുകാരനും അവസാനം ശരി ഓക്കെ നീ ഇനിയും എന്തെങ്കിലും ഒരുമാതിരി ടെൻഷന്. ഇനി മൂവി കഴിഞ്ഞിട്ട് റിവ്യൂ പറയുന്ന പോലെ തന്നെ മൂവിയുടെ മുമ്പേ പ്രിവ്യൂ പറയണം. അതായത് ഈ സിനിമ മറ്റേ യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് പോണ പോലെ ഈ പരീക്ഷയ്ക്ക് പോകുമ്പോ മറ്റേ മൊഡ്യൂളിൽ നിന്ന് 2 ചോദ്യം വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ പോലെ കൈദിന്ന് 2 പോലീസുകാരും ഇത് വരാണ്ട് ഞെട്ടരുത്. സസ്പെൻസ് ഇല്ലെങ്കിൽ അവരങ്ങനെ ചെയ്യും. വിക്രം പടം റിലീസിന്റെ തൊട്ട് തലേ ദിവസം ഇയാൾ ട്വീറ്റ് ചെയ്തായിരുന്നു ഡു വാച്ച് കൈദി ബിഫോർ ഗോയിങ് ദിസ്. ആണ് കൈദി യൂണിവേഴ്സിന്റെ ശേഷം സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് സംഭവിക്കുന്നത്. കൈദി പുള്ളി ടൈം ലൈൻ ഉണ്ട്, പുള്ളിക്ക് ബൈബിൾ ഉള്ളതുകൊണ്ട്, അതായത് സിനിമാറ്റിക് ബൈബിൾ ഉള്ളതുകൊണ്ട് പുള്ളിക്ക് ടൈം ലൈൻ കറക്റ്റ് ആണ്. അതായത് കൈദി ഇവിടെ നടക്കുന്നു, അത് കഴിഞ്ഞ് 35 ദിവസം കഴിഞ്ഞ് വിക്രം നടക്കുന്നു, ഇതിൻ്റെ ഇടയ്ക്കുള്ള സമയങ്ങളിലാണ് കൈദി 2 നടക്കാൻ പോകുന്നത്. മനസ്സിലായി? അങ്ങനെ പുള്ളിക്കൊരു പ്ലാൻ ഉണ്ട്. അപ്പൊ അത് പുള്ളി പുറത്ത് കറക്റ്റായിട്ട് പറയാം. അപ്പൊ നമ്മൾ നോക്കി കണ്ടിട്ട് രണ്ടാമത് പഴയ പടം കണ്ടിട്ട് പോയാൽ നമുക്ക് എളുപ്പം പണിയില്ലാത്തവരാണ് ഇപ്പൊ സിനിമ കാണുന്നത്. സിനിമ ഇത്രയും പണിയായിട്ട് കാണുന്ന ഒത്തിരി പേരുണ്ട്. നമ്മളെ പോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഉണ്ട്, പണ്ടത്തെ പോലെയല്ല. സോ ബാക്ക് ടു അതിക് രവീന്ദ്രൻ. ചിമ്പുവിനെ വെച്ച് അൻപാതവൻ അസ്രാതവൻ അടങ്ങാതവൻ എന്ന് വലിയ പുള്ളിയുടെ പടങ്ങളെല്ലാം ഒരു വല്ലാത്ത ആ പടത്തിന് സെക്കൻഡ് പാർട്ട് വരുമെന്ന് ഇതിന്റെ പേര് കേട്ടപ്പോഴായിരിക്കില്ല ആ പ്രശസ്തമായ മീം സിംബുവിന്റെ അച്ഛൻ തിങ്ങനെ നോക്കുന്ന സാധനം നാക്ക് പുറത്ത് ഇങ്ങനെ നോക്കുന്നു. എന്ന് വലിയ പടം വന്നായിരുന്നു അതിക് രവീന്ദ്രൻ. അതും ഇതുപോലെ തന്നെയാണ്, ഭയങ്കര ഓവറാണ്. പക്ഷെ അത് വർക്കാവുന്നൊരു കൂട്ടം ആൾക്കാരുണ്ട്, അവർക്ക് ഇത് കറക്റ്റ് ഇതൊക്കെ കൊമേഴ്ഷ്യലി സക്സസ്ഫുൾ ആണ് ഇയാളുടെ പടങ്ങളൊക്കെ. മാർക്ക് ആന്റണി ഭയങ്കര ഹിറ്റ് ആയിരുന്നു, വിശാലിന്റെ സക്സസ്ഫുൾ ആയിരുന്നു. നിനക്ക് പൈങ്കിളി ഇഷ്ടപ്പെട്ടായിരുന്നു? പൈങ്കിളി ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, കാരണം ഭയങ്കര ഓവറാണ്. ആ മീറ്ററാണ് ഇവർ പിടിക്കുന്നത്. പക്ഷെ ക്യാരക്ടേഴ്സ് ഒക്കെ ഓവറായിരിക്കും, എല്ലാവരും ഓവറായിരിക്കും. അവരുടെ യൂണിവേഴ്സിൽ അങ്ങനെയാണ്, അത് നോർമലാണ്. അപ്പൊ നിങ്ങൾ അതിക് രവീന്ദ്രന്റെ യൂണിവേഴ്സിൽ അത് വളരെ നോർമലാണെന്ന് മനസ്സിലാക്കിയിട്ട് കാണുകയാണെങ്കിൽ ഇത് ഓക്കെയാണ്. തലയുടെ ഹാർഡ് കോർ ഫാൻ ആണെന്നുണ്ടെങ്കിൽ തലയുടെ റീസെന്റ് ബെസ്റ്റ് പടമാണ് ഗുഡ് ബാഡ് അഗ്ലി. കാരണം 2 മണിക്കൂർ തല ഇങ്ങനെ പല ലുക്കില്, ഏത് ഏജ് കാറ്റഗറി വേണം, പുള്ളി 20 തൊട്ട് 60 വരെയുള്ള പല ലുക്കില് മേക്കപ്പും വെച്ചിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ തലയെ കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാ ലുക്കിലും, ക്ലീൻ ഷേവ്, കറുത്ത തലമുടി, പുള്ളി കുറെ ആളുടെ വെളുത്താണല്ലോ, പുള്ളി ബ്ലാക്ക്, പുള്ളിയുടെ തലമുടി ബ്ലാക്ക്, ആൾക്കാർ കൈയടിക്കുന്നത് ഇത്ര നാളെ തരം പുള്ളി നമ്മൾ ഈ പറയുന്ന ഇത് കണ്ടു. എന്നിട്ട് എല്ലാ പടത്തിന്റെ റെഫറൻസുകൾ, പഴയ പടങ്ങളുടെ ഒക്കെ റെഫറൻസ്, മങ്കാത്ത, ബില്ല, ദീന, അട്ടഹാസ, അമർക്കളം, അങ്ങനെ എല്ലാ പടത്തിന്റെ റെഫറൻസ് വരുന്നുണ്ട്. പഴയ പാട്ടുകൾ, ഹിറ്റ് പാട്ടുകൾ 2-3 അവര് റീമേക്ക് റൈറ്റ്സ് വാങ്ങി ചെയ്തിട്ടുണ്ട്. ത്രൂ ഔട്ട് ആ പാട്ടുണ്ട്. തൊട്ട് പേസ് സുൽത്താൻ എന്ന പാട്ട് നമ്മൾ മറന്നു കിടന്നൊരു പാട്ട്, ഭയങ്കര രസമുള്ള പാട്ടാണ്. ആ പാട്ട് പ്രിയവാര്യനെ വെച്ചിട്ട് റീമേക്ക് ചെയ്തു ഇതിനകത്ത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു നൊസ്റ്റാൾജിക് റൈഡ് കൊണ്ടുവന്നു. നമുക്കല്ല, നിങ്ങൾക്ക്. ഇത് തമിഴ് പടം അങ്ങനെ ഫോളോ ചെയ്യാത്ത ആൾക്കും എന്തിനിപ്പോ ഞാൻ ഈ പാട്ട് കേൾക്കുന്നു. പിന്നെ റെഫറൻസുകൾ വരുമ്പോ ആൾക്കാർ കൈയടിക്കും, പക്ഷെ നമുക്ക് മനസ്സിലാവത്തില്ലെങ്കിൽ എന്തിനാ കൈയടിച്ചെന്ന് മനസ്സിലാവില്ല. ഫാൻസ് ആയിരുന്നു മൊത്തം. ഫസ്റ്റ് ഷോ 9:40 ഷോയ്ക്ക്. അപ്പൊ കൊച്ചിയിൽ എന്തായാലും ഗുഡ് ബൈ അഗ്ലി വന്നെങ്കിൽ തമിഴ്നാട്ടുകാരും തല ഫാൻസ് മാത്രമേ ഉണ്ടായിരുന്നിരിക്കുള്ളൂ ഇതിനകത്ത്. അപ്പൊ ഹൗസ്ഫുള്ളായിരുന്നു. ആ ഷോ ആൾക്കാർ എൻജോയ് ചെയ്ത് അവർ കൈയടിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ആൾക്കാർ തമാശക്ക് മലയാളികൾ പറയുന്നത് കേൾക്കാം, ഇത്തിരി കുറച്ച് ഓവറല്ലേ ഇതെന്നുള്ളത്. ശരിക്കും കുറച്ചല്ല, വളരെയധികം ഓവറാണ്. ഇത് അങ്ങനെയാണ്, ഒരു ലോജിക്ലെസ് എന്റർടൈനർ. പക്ഷെ ചില ആൾക്കാർക്ക് തോന്നുന്നു ഈ അവരതങ്ങാണ്ട കാര്യം എനിക്ക് എന്താ എന്ന് തോന്നുന്നു. അങ്ങനെയുള്ള ഈ പടം കാണരുത്. ചിലപ്പോൾ ഇതായിരിക്കും അശ്വൻ ഗോക്ക് പറയുന്നത് മലങ്കൾട്ട് അവരാതെന്നായിരിക്കും പറയാൻ സാധ്യത. പക്ഷെ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ഭയങ്കര രസമായിട്ടെന്ന് വെച്ചാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത കുറെ സാധനമൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. ഭയങ്കര എക്സ്പെക്ട് ചെയ്യാത്ത ഷൈൻ ടോം ചാക്കയുടെ ക്യാരക്ടർ എന്നിട്ട് നമ്മൾ ഈ ബിൽഡപ്പ് കൊടുക്കുമല്ലോ, അതൊരു വേറെ ലെവൽ ബിൽഡപ്പ് കൊടുത്ത്, മറ്റേ കേട്ടറിവിനേക്കാൾ വലുതാണ് പുലിമുരുകൻ എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ, അതാണ് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ബിൽഡപ്പ് ചെയ്തിട്ടുള്ളത്. പുള്ളി വന്നിട്ടൊരു 3 മിനിറ്റ് ബിൽഡപ്പ് കൊടുത്തു അജിത്തിന്. അതൊരു ഭയങ്കര ബിൽഡപ്പായിരുന്നു. അത് ഞാൻ പറഞ്ഞാൽ സ്പോയിലർ ആവും. പടത്തിന്റെ ദ ബെസ്റ്റ് മൊമെന്റ് ആ ഒരു 2-3 മിനിറ്റ്സ് ആണ്. എല്ലാവർക്കും വർക്കാവുന്ന എനിക്ക് ആ 2-3 മിനിറ്റ്സ് ഒക്കെ വൻകിടില്ല തിയേറ്റർ എറപ്റ്റ് ചെയ്തു.
അപ്പൊ അങ്ങനെയുള്ള കുറെ മൊമെന്റുകളുണ്ട്. ആ മൊമെന്റുകൾ വർക്കായ അത് മാത്രമേ അതിനകത്തുള്ളൂ. ആ പടത്തിന്റെ ടേക്ക് എന്ന് വെച്ചാൽ ഇങ്ങനെ കുറെ ഹൈ മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്തു തന്നു. അത് കണ്ടിട്ട് ഇറങ്ങി വരാം. തലേ 2 മണിക്കൂർ കണ്ടു. തലയുടെ അപരാധം അഴിഞ്ഞാട്ടവും തന്നെയായിരുന്നു പടം ത്രൂ ഔട്ട്. പുള്ളി ഭയങ്കര രസമായിട്ട്. പുള്ളി ആ വെള്ളത്താടിയും വെള്ളമുടിയും എന്ത് രസമാണ്. ഇത്രയും ഗ്രേസ്ഫുൾ ആയിട്ട് പ്രായമായിട്ട് കാണുന്ന ഒരാള്. എനിക്കറിയത്തില്ല, മമ്മൂട്ടിയെ പോലും അങ്ങനെ അത്ര വൈറ്റ് അടിച്ച് നമ്മൾ കണ്ടിട്ടില്ല. വെള്ളത്താടിയും വെള്ളമുടിയിലും ഷൈൻ ചെയ്യുന്ന 2 ആൾക്കാർ വേറെയുള്ളൂ. ഒന്ന് ജോൺ ജോ ഒന്ന് ജോണിച്ചാണ്. പക്ഷെ നമുക്ക് നമ്മുടെ ശരിക്കും സോൾട്ട് ആൻഡ് പെപ്പർ ആണല്ലോ. മറ്റേ ഇപ്പൊ പുള്ളി ഫുൾ വൈറ്റ് അല്ലേ? അല്ല, ഞാൻ അമിത്ഷാ നരേന്ദ്രമോദി മോഡി സാറിന്റെ ഫുൾ വെള്ള അല്ലേ? അജിത്ത് എനിക്കൊന്ന് നമ്മളൊരു സമയത്ത് മങ്കാത്ത സമയത്ത് പുള്ളി സോൾട്ട് ആൻഡ് പെപ്പർ തന്നെയായിരുന്നു, ബ്ലാക്കും വൈറ്റ് ആയിരുന്നു. അതിലാണ് പുള്ളി, അവിടെ തൊട്ടാണ് പുള്ളി നേരെ പുറത്ത് കാണിച്ചു തുടങ്ങിയത്. ഇപ്പൊ ഫുൾ വൈറ്റ് ആയി. ഈ പടത്തിന്റെ പകുതി സമയം പുള്ളി ഫുൾ വൈറ്റ് ആണ്. പിന്നെ ഫ്ലാഷ് ബാക്ക് ഒക്കെ ഇട്ട് മറ്റേ കറുത്തതും ചെറുപ്പക്കാരനെ കാണിക്കുന്നുണ്ട്. സോ ഗുഡ് ബാഡ് അഗ്ലി നിങ്ങൾ ചൂസ് ചെയ്യേണ്ട സാധനമാണ്. ചില ആൾക്കാർക്ക് നമ്മൾ ഞാൻ ചൂസ് ചെയ്യില്ല. നിനക്ക് എന്തായാലും ഇഷ്ടപ്പെടില്ല. ഞാൻ കൺഫേം ജോൺ ഇഷ്ടപ്പെടാത്ത പടമാണ് ഗുഡ് ബാഡ് അഗ്ലി. പക്ഷേ അജിത്തിന്റെ ഏറ്റവും അവസാനത്തെ ഒരു എല്ലാം കൊമേഴ്ഷ്യലി സക്സസ്ഫുൾ ആണ്. പുള്ളിക്ക് ഡൗൺഫോൾ ആണ്. വിടാമുയർച്ചി തൊട്ട് കഴിഞ്ഞ മാസം ഇറങ്ങി നെറ്റ്ഫ്ലിക്സിൽ ആ പടം ഭയങ്കര മോശമായിരുന്നു. നെഗറ്റീവ് റിവ്യൂസ് ഉണ്ട്. പിന്നെ പടം കൊമേഴ്ഷ്യലി ഫെയിലിയർ ആയിരിക്കും. ഓക്കെ. ആൻഡ് ഇതിനു മുമ്പ് പുള്ളിയുടെ കൊമേഴ്ഷ്യലി സക്സസ്ഫുൾ ആയി നിങ്ങളുടെ അറിവിൽ ഏതായിരുന്നു? ഫ്ലോപ്പ് ആയിരുന്നു തുനിവ്. പുള്ളിക്ക് റീസെന്റ് ഇത്തിരി മോശം സമയമാണ്. കാരണം പുള്ളി സിരിത്തെ ശിവയ്ക്ക് പുള്ളി അടുപ്പിച്ചിട്ട് 3 പടത്തിന് ഡേറ്റ് എടുത്തത്. എന്തിനാണെന്ന് എനിക്ക് അറിയാം. സിരിത്തെ ശിവ, സിരിത്തയാണ് പുള്ളി ഏറ്റവും സക്സസ് പടം. പുള്ളി അത് കുറെ നാൾ ചെയ്ത പുള്ളി അത് അന്ന് പേരിട്ട പുള്ളി, അതായത് കങ്കുവാട ഡയറക്ടർ. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഒരു സാധനം മനസ്സിലായല്ലോ. ഇതുപോലെ എനിക്ക് നിരത്തി വി വെച്ച് പുള്ളിക്ക് വീട് എന്തോ ഒബ്സഷൻ ഉണ്ട്. വി വെച്ചിട്ട് നിരത്തി വീരം, വേതാളം, മറ്റേ വി വെച്ചൊരു പടം വന്നു. അതാണ് ഏറ്റവും അട്ടർ ഫ്ലോപ്പ്. മറ്റേതാണ് വിവേകം. വീരം, വേതാളം, ഏതിലാണ് പുള്ളി ട്രാൻസ്ഫോർമേഷൻ അത് വേതാളമാണ്. അത് വേതാളം അല്ലേ? വേതാളം വരെ വലിയ പ്രശ്നമില്ലാതെ പോയി. അത് കഴിഞ്ഞ് വിവേകവും വിടാമുയർച്ചയും ഒക്കെ ഫ്ലോപ്പ് ചെയ്തു. പുള്ളിക്ക് വിയോട് എന്തോ ഒബ്സഷൻ ഉണ്ട് അജിത്തിന്. വീരം, വേതാളം, വിടാമുയർച്ചി, വിവേകം, വാലി, പഴയ പടമൊക്കെ എടുത്ത് എനിക്ക് വിയോട് ഒബ്സഷൻ. വാലി ഹിറ്റ് ആയി. അപ്പൊ ഈ പറയുന്ന ന്യൂമറോളജി നോക്കി ഈ റീസെന്റ് തോൽവി ആയിരുന്നു. ആൻഡ് ഗുഡ് ബാഡ് അഗ്ലി. സോ വൈസ്ലി ചൂസ് ചെയ്യുക. എല്ലാവരുടെയും പടമല്ല ഗുഡ് ബാഡ് അഗ്ലി. മരണമാസ്. ബംഗാളിയുടെ കാര്യം അല്ല, ഈ വിജയിച്ചെന്റെ ബേസിലെ പേര് ഇടണെങ്കിലേ എന്റെ പേര് വല്ല കക്കൂസ് ജോൺ ഫേമസ് പട്ടിജോൺ മതിയല്ലേ? മരണമാസിലേക്ക് വരികയാണെങ്കിൽ ബംഗാളിന്റെ കാര്യം പറഞ്ഞത് ഞാൻ അതിനകത്തൊക്കെ ആദ്യത്തെ ഏറ്റവും കിട്ടില്ല കോമഡി അതിനകത്തെ പത്രസമ്മേളനത്തിനകത്തെ ബംഗാളി റിപ്പോർട്ടർ. അതാ ആ ലെവലിലേക്ക് ശരിയാ മരണമാസിൽ എത്തിച്ചത്. ബംഗാളി റിപ്പോർട്ടർ അയാള് മലയാളത്തിൽ ചോദിച്ചു. ഹിന്ദിയിലാണോ മലയാളത്തിലാണ് ചോദിച്ചത്? അവൻ മലയാളത്തിൽ ചോദിക്കും. ആ സ്ലാങ് ഉണ്ടല്ലോ. പക്ഷെ പുള്ളി മലയാളത്തിലാണ് ചോദിക്കുന്നത്. അപ്പൊ നീ ഏത് ചാനലടാ? മലയാളം ന്യൂസ്. ബംഗാളി മലയാളം ന്യൂസ്. അയാള് മന്ത്രി ചീത്ത വിളിക്കുന്ന സീൻ. പക്ഷെ ഭയങ്കര രസമായിരുന്നു. മരണമാസ് എനിക്കൊന്ന് നല്ല സിനിമ തന്നെയാണ്. കുറെ ചിരിയൻ തിയേറ്ററിൽ കേട്ടിട്ടുണ്ട്. ഞാൻ ഇതിന് പടത്തിന്റെ ഇതല്ല, ഞാൻ രാത്രി ആയപ്പോഴും 10:45 ഈ ഒരുവിധം ഞാൻ ഈ 10:45 11 സ്ലോട്ടില് എനിക്ക് ആഗ്രഹമാണ് കാണാൻ. പക്ഷേ ഞാൻ പോവില്ല. എന്തോ പ്രശ്നം എന്നറിയോ? അല്ല, പക്ഷെ ഞാൻ എനിക്ക് തോന്നുന്നു എന്താ സംഭവം അതിനേക്കാളും ഞാൻ ഈ സിനിമകൾ കണ്ട് കിടന്നുറങ്ങുന്ന ഒരു സമയം ഭയങ്കരമാണ്. അല്ലെങ്കിൽ ഇപ്പോഴും ഞാൻ ചെയ്യാറുണ്ട്. ഞാൻ കിടന്നുറങ്ങുന്ന അല്ലെങ്കിൽ സീരീസ്, വെബ് സീരീസ് പോലുള്ള സീരീസ് ഒക്കെ വിച്ചർ പോലെ ഡ്രാഗൺ തീ തുപ്പുന്നു. ഞാൻ നോക്കിയപ്പോ റിൻഷാന്റെ അടുത്ത് ഡ്രാഗൺ തീ തുപ്പുന്നു. പക്ഷെ സൗണ്ട് കൂർക്കം വലിക്കുന്നു. പക്ഷെ ഡ്രാഗൺ തീ തുപ്പല്ല, റിൻഷാദ് കൂർക്കം വലിച്ച് അപ്പുറത്തെ ഡ്രാഗൺ സൈലന്റ് ആയിട്ട് നിൽക്കുകയാണ്. ഡ്രാഗൺ പറഞ്ഞത് എന്താന്ന് വിചാരിച്ചില്ലേ? ഡ്രാഗന്റെ ഭാഗത്ത് നിന്ന് തീ വരുന്നു, റിൻഷാന്റെ ഭാഗത്ത് ഈത്ത വലിക്കുന്നു. റിൻഷാ ഞാൻ കണ്ടതാ. ഞാൻ ആദ്യമായിട്ട് കണ്ടെന്ന് പറഞ്ഞ ഒരു മുറിയിൽ കിടക്കണം ഞാൻ കാണാണ്ടിരിക്കും. അപ്പൊ സംഭവം ഞാൻ പറഞ്ഞു വന്നത് ആ ശീലം ഉള്ളതുകൊണ്ട് അതാണ് എനിക്ക് പോരാ തന്നെ ഉണ്ടല്ലോ.
പുറത്ത് നല്ല ചൂടാണല്ലോ, ഇവിടെ ചെന്നപ്പോ നല്ല കുളിര്, നല്ല സുഖം. പക്ഷെ ബെഡ്റൂമിൽ, ഞങ്ങളുടെ ബെഡ്റൂമിൽ അങ്ങനെയല്ല കേട്ടോ. ഞങ്ങളുടെ ബെഡ്റൂമിൽ 2 കാലാവസ്ഥാ സോണുകൾ. ഞങ്ങളുടെ അന്തപുരം അന്തപുരത്തിൽ ഇവൻ എന്റെ വെസ്റ്റേൺ ഗാർഡ്സ് ആണ്. ഇതിന്റെ അപ്പുറത്തുനിന്ന് കാറ്റടിച്ച് ഇങ്ങോട്ട് വരില്ല. ഞാൻ ഇതിന്റെ താഴെ ആ ബെഡില്. അപ്പുറത്ത് മഴയുണ്ട്, തണുപ്പുണ്ട്, എനിക്ക് ഈ കടൽ തീരത്തുനിന്നുള്ള കാറ്റടിക്കുന്നത്. അതായത് ജനലയുടെ ഉള്ളിൽ നിന്ന് കാറ്റ് വന്നാൽ എനിക്കുള്ള റൂമിലത്തെ കാറ്റ് ഇവനെ തടഞ്ഞ് അപ്പുറത്ത് കാർമേഘം ഉണ്ടായോണ്ടിരിക്കുക. എന്താണ് വാഴ നനയുമ്പോ ചീര നനയുന്നത്? ചീര നനയുന്നില്ല, ഞാൻ വേർക്ക അവിടെ കിടന്നിട്ട്. ഞാനും റിൻഷാദും കൂടെ ഓപ്പൺഹൈമർ കാണാൻ പോയപ്പോ നമ്മൾ ഉറങ്ങിപ്പോയി. നമ്മള് രണ്ടുപേരും എന്താന്ന് വെച്ചാൽ നോളന്റെ പടമാണ്, അടിച്ചിട്ട് പോകാന്ന് പറഞ്ഞ് നമ്മൾ അടിച്ചിട്ട് പോയതാണ്. അവിടെ പോയി കിടന്നുറങ്ങി. ഓപ്പൺഹൈമർ അല്ലെങ്കിൽ ഇതല്ലേ ഭയങ്കര പതിഞ്ഞ പേസുള്ള പടമല്ലേ, അവസാനം പോകുമ്പോട്ടി ഞാൻ ആകെ ഉറങ്ങിയിട്ടുള്ള ഒരു പടം ഞാൻ ഇവന്റെ കൂടെ പോയി ഓപ്പൺഹൈമർ ഞാൻ മാത്രം. അല്ലെങ്കിൽ ഞാൻ ഉറങ്ങിയില്ല, കാരണം ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ എമ്പുരാൻ ഈ 10 മണിയുടെ ഷോയ്ക്ക്. അവള് പറഞ്ഞു 10 മണിയുടെ തന്നെ എടുക്കണം. വേണ്ട പോലെ പറ്റണെങ്കിൽ 6:30 ഇട്ടറങ്ങി എടുത്തോ, അല്ലെങ്കിൽ ഞാൻ വന്ന് സുഖമായി ഉറങ്ങും. ഭാഗ്യം ശരിക്കും എമ്പുരാനൊക്കെ ഞാൻ 10 മണിയുടെ ഷോ എടുത്ത് പോയെങ്കിൽ ഞാൻ കിടന്ന് സുഖമായിട്ട് ഫസ്റ്റ് ഹാഫിൽ ഉറങ്ങിയാണ്. ജോൺ ആണെങ്കിൽ റെഗുലർ ആയിട്ട് ഉറങ്ങുന്നത്. ജോണിന് ആ സമയത്ത് എടുത്ത് നമുക്കറിയാം ഉറങ്ങുന്നത്. എത്ര വലിയ പടം വിക്രം KGF കണ്ട് ഉറങ്ങിയാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു. കണ്ട് ഉറങ്ങിയില്ലേ? പീരങ്കി വെച്ച് വെടിവെച്ചപ്പോ ഉറങ്ങിയ മനുഷ്യൻ. ഞാൻ മാഡ് മാക്സിന് ഉറങ്ങിയിട്ടുണ്ട് സംഭവം. അപ്പോൾ എൻ്റെ ഇതുവരെയുള്ള റെക്കോർഡ് ഇപ്പോൾ 2.25 മൂവിയാണ് ഒരു ദിവസം. അത് അടുത്ത ഫെസ്റ്റിവൽ സീസണിൽ വെട്ടിക്കുന്നതായിരിക്കും. ഞാൻ 2-3 ഒക്കെ ഉണ്ട്. ഞാൻ ഫെസ്റ്റിവലിന് പോയിട്ട് 3 സിനിമ ഫിലിം ഫെസ്റ്റിവൽ. ഞാൻ തൃശ്ശൂര് ഫിലിം ഫെസ്റ്റിവലിലൊക്കെ അധികം കൂടുതൽ ആൾക്കാർ കാണും. കാരണം കുറച്ച് ഡ്യൂറേഷൻ കുറവാണ് അതിന്റെ. അങ്ങനെ മാത്രമല്ല സിനിമയ്ക്ക് ഇന്റർവ്യൂ മാത്രമല്ല, അന്ന് അങ്ങനെ കണ്ടാലേ സ്ഥിരം സിനിമ കാണുന്നവർക്ക് തീർക്കാൻ പറ്റത്തില്ല. അതായത് പിന്നെ 30 ദിവസം ഓടിയിട്ട് പിന്നെ വിചാരിക്കാൻ പറ്റും. പിന്നെ ഇത് ഈ പറഞ്ഞ പോലെ ഇന്നത്തെ പോലെ എല്ലാ പടം ഇന്ന് സുഖമായിട്ട് കിട്ടും. ഒരു ഫെസ്റ്റിവലിന് പോയി കാണേണ്ട കാര്യമില്ല. പക്ഷെ ആ വൈബിന് വേണ്ടി ആൾക്കാർ പിന്നെ അതിന്റെ ഷോ കാണിക്കാൻ നമ്മളെന്തായാലും അല്ല കുറെ ആ ടാഗും ബാഗും ഇട്ട് നടന്ന ഞാനതൊക്കെ ഭയങ്കര പ്രൗഡായിട്ട് കൊണ്ട് നടന്നിരുന്നത്. തന്നെ ഞാൻ ആകെ ഒരു സിനിമയ്ക്ക് ഉറങ്ങിയിട്ടുള്ളൂ. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിന് 9ാമത്തെ പാർട്ട്. ഈ ഒരു കണ്ടിന്യൂസ് നൈറ്റ് ജേർണി ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ ചേട്ടൻ അനിയന്മാര് 3 പേരും കൂടെ ഞങ്ങൾ പടത്തിന് ശരിക്കും പോകേണ്ട ഒരു കാര്യമില്ലായിരുന്നു. നമുക്കറിയാം നമ്മൾ നൈറ്റ് ഉറങ്ങിയിട്ടില്ലെന്നറിയാം. ട്രാവൽ ചെയ്ത് വന്നതാണ്. എന്നിട്ട് സിനിമയ്ക്ക് രാവിലത്തെ ഷോയ്ക്ക് പോയിട്ട് 11ന്റെ ഷോയ്ക്ക് കയറി ഒരു അരമണിക്കൂർ കണ്ടു കാണുമായിരിക്കും. പിന്നെ 3 പേരും കിടന്നുറങ്ങി. ഞങ്ങൾ 3 പേരും ഇടക്കിടയ്ക്ക് ഉണരുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കുന്നുണ്ട്, പിന്നെയും കിടന്നുറങ്ങുന്നത്. വിൻഡീസിൽ പറക്കുന്നു, റോക്കറ്റിൽ കയറുന്നു, എന്തൊക്കെയോ കാണിക്കുന്നു. ഞങ്ങൾ കിടന്നുറങ്ങി. ഇയാള് എല്ലാ സിനിമയ്ക്കും ഒരുപാട് എവിടെ ഇയാൾ നിർത്തില്ല. ഇയാൾ ഇനി 10th പാർട്ടിന്റെ 2 പാർട്ടായിട്ടാണ് വരുന്നത്. അതിന്റെ ഫസ്റ്റ് പാർട്ട് വന്നു, സെക്കൻഡ് പാർട്ട് വരുന്നത്. എനിക്കൊന്ന് അതിൽ എൻഡ് ചെയ്യാൻ തോന്നുന്നു. ഇത് അതുപോലെ മിഷൻ ഇമ്പോസിബിൾ ഫൈനൽ ഡെസ്റ്റിനേഷൻ പുതിയത് മെയിൽ വരുന്നത്. അതും ലാസ്റ്റ് അതായത് ഫൈനൽ പാർട്ടാണ്. അത് കാണട്ടെ, കാണാൻ രസമായിരിക്കും. അതിന് ഫൈനൽ പാർട്ടാണ്. അത് പുതിയ കഥ വേണമെങ്കിൽ സുഖമായിട്ട് തുടങ്ങാം. അവര് നിർത്തുവാന്ന് തോന്നുന്നു. അല്ലല്ല, അവര് ഓൾറെഡി ഒരു യൂണിവേഴ്സ് നിർത്തി. ഇനിയിപ്പോ 2ാമത്തെ തുടങ്ങായിരിക്കും. അങ്ങനെയാണോ? അങ്ങനെയാണ് തോന്നുന്നു. എനിക്ക് തോന്നുന്നു, എന്റെ ഒരു പ്രതീക്ഷ മിഷൻ ഇമ്പോസിബിളും ഫാസ്റ്റും ചിലപ്പോൾ അവർ സ്റ്റോപ്പ് ചെയ്യാൻ തോന്നുന്നു. അപ്പോൾ നമുക്ക് ബസൂക്കയിലോട്ട് ഭരണമാസം ഏറ്റവും ഹൈലൈറ്റ്സ് എനിക്ക് സ്റ്റാർട്ട് ചെയ്തത് അതായിരുന്നു. എനിക്ക് അപ്പം തന്നെ വൈബ് മനസ്സിലായി. മാത്രമല്ല ട്രെയിലർ കണ്ട എല്ലാവർക്കും നിങ്ങൾക്ക് മനസ്സിലാക്കണം ഇതെന്താണെന്നൊരു ഒരു സൈക്കോ കില്ലർ. അതിനെ ഒരു കുറച്ച് ഫൺ വേർഷനിൽ കാണിക്കുന്നു. അതിന്റെ പുറകെ ഈ ട്രെയിലറിൽ ശ്രദ്ധിക്കാണ്ട് വേണം. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലാ പറയുന്നത് പറന്നു വരും, മറിയുന്നു, വെടിവെച്ചിടാന്നൊക്കെ പറയണ സൈക്കോ കില്ലർ. മറ്റേ ഏതോ പത്മരാജന്റെ മറ്റേ പടല്ലേ, അതിന് സീസൺസിലാന്ന് തോന്നുന്നു. സീസൺസില് ഒരു കൊറേ റീൽ ഇറങ്ങിയിട്ടുള്ള ഒരു ഡയലോഗ് ഉണ്ട്. അതിന്റെ സ്പൂഫ് വേർഷനായിട്ട് ഭയങ്കര ഇതായിട്ട് ഇന്റലക്ച്വൽ ഒരു സാധനം പറയണ, കവിത പറയണ പറയുന്ന മോഡൽ അത് അത് ഭയങ്കര രസമാണ്. സിനിമയ്ക്ക് അതില്ല. അത് പ്രൊമോയിൽ അത് ചിലപ്പോ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടാവില്ല. പക്ഷെ ഈ സാധനം ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ പോകുന്നുണ്ട്. നീ ഒരു കിളിയായി പറഞ്ഞത് ഞാൻ ഭയങ്കര ഫൺ സാധനം. നിങ്ങൾ പ്രൊമോയിൽ എന്താണോ കാണുന്നത് അത് തന്നെയാണ് മരണമാസത്തിലുള്ളത്. സർപ്രൈസസ് ഒന്നുമില്ല, പക്ഷെ ത്രൂ ഔട്ട് ഫണ്ണായിരുന്നു. ഫസ്റ്റ് ഹാഫ് എനിക്ക് ഞാൻ ത്രൂ ഔട്ട് നല്ല ചിരിയായിരുന്നു. സെക്കൻഡ് ഹാഫിൽ അവർ കുറച്ച് ഡ്രാമ കയറ്റാൻ ശ്രമിച്ചു. ആൻഡ് അറ്റ് ടൈംസ് ഫണ്ണും ഉണ്ടായിരുന്നു. ഞാൻ തറലി എൻജോയ് ചെയ്തു. ഞാൻ ഭയങ്കരയും തറലി എൻജോയ് ചെയ്തതാണ്. അപ്പം നിങ്ങൾ അത് അവരൊക്കെ ശരിക്കും ഓവർ ദ ടോപ്പ് കുറച്ച് ഓവറായിട്ടുള്ള പടങ്ങൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അവർക്ക് മരണമാസം വർക്കാവത്തില്ല.
മരണമാസം ശരിക്കും പറഞ്ഞാൽ നല്ല ഫൺ അവർ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. സിജു സണ്ണി റൈറ്റിങ് ഫസ്റ്റ് ഹാഫ് ഒരു മെനക്കെട്ടിരുന്ന് സ്ക്രിപ്റ്റിനകത്ത് തമാശ എഴുതി ചേർത്തിട്ടുണ്ട്, സീൻസ് ബിൽഡ് ചെയ്തിട്ടുണ്ട്, സറൗണ്ടിങ്സിനകത്ത് തമാശ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. നമ്മൾ കണ്ടു പരിചയിച്ചിട്ടുള്ള റെഫറൻസുകൾ, ഇൻസ്റ്റാ ഹിറ്റ് ആയിട്ടുള്ള റീലുകൾ, ആൾ പേഴ്സണാലിറ്റീസ് ഒക്കെ അവർ കൊണ്ടുവന്ന് രസമായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ്. തമാശ എനിക്ക് സീസണിലെ കറക്റ്റ് കോമഡി പടം മരണമാസം തന്നെയാണ്. ആ റോള് തകർത്തിട്ടുണ്ട്. ബാക്കിയല്ല സുരേഷ് കൃഷ്ണ ചേട്ടനും സിജു, രാജേഷ് മാധവൻ എക്സലന്റ്. പുള്ളി നല്ല രസമായിട്ട് പുള്ളിയെ സൈക്കോ കില്ലർ പുള്ളിയാണ്. അത് സർപ്രൈസ് സ്റ്റാർട്ടിങ് തന്നെ ട്രെയിലറിൽ കാണിക്കുന്നുണ്ട് പുള്ളിയെ സൈക്കോ കില്ലർ. പുള്ളിക്ക് ഒരു പ്രത്യേക അജണ്ട, അതിനെ ചുറ്റിപ്പറ്റി ഈ യൂണിവേഴ്സിലുള്ള ആൾക്കാർ ഇതിനകത്ത് എത്തിപ്പെടുന്നു. അതാണ് രസമായിട്ട് പോയിട്ടുണ്ട്. നീ മൊത്തം കണ്ടോ അതോ എന്റെ ഞാൻ തുടക്കം കുറച്ച് കണ്ടായിരുന്നു. ഇടയ്ക്ക് എഴുന്നേറ്റോ ഇടയ്ക്ക് മച്ചു സൈഡിലുണ്ടേ എന്നെ കുലിക്കും ഇടയ്ക്ക് മച്ചു കൂർക്കം വലിക്കല്ലേ. പക്ഷെ നല്ല സിനിമയെന്ന് ഉറപ്പാണ്. കാരണം നമ്മുടെ സൈഡിലിരുന്ന ഒരു ഫാമിലിയാണ്. അവന്മാര് ഭയങ്കരമായിട്ട് ഇല്ല കൂർക്കം വലിച്ചില്ല, ഞാൻ കൈ നിട്ടത്. ഒരു സെറ്റ് ഓഫ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ റിവ്യൂ ജനറലി ഞാൻ ആൾക്കാരുടെ റിവ്യൂ ചോദിക്കുന്നുണ്ടായിരുന്നു കേൾക്കുന്നത്. അപ്പം അവർക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇല്ല, മരണമാസം ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ഗുഡ് ബാഡ് അഗ്ലി ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ട്. ഗുഡ് ബാഡ് അഗ്ലി ആൾക്കാർക്ക് വർക്കാവാൻ സാധിച്ചില്ല, പ്രത്യേകിച്ച് മലയാളികൾക്ക് വർക്കാവാൻ സാധ്യത. അജിത്തിന് ഇഷ്ടപ്പെടാതിരിക്കാൻ സാധ്യത. അജിത്ത് എന്താ ഇഷ്ടപ്പെടുക? പുള്ളിയുടെ റീസെന്റ് ഉള്ള പടങ്ങളൊന്നും ഇത്രയും മാസ് അവതാറി പുള്ളിയെ കൊണ്ടുവന്നിട്ടില്ല. പുള്ളി അത് പിന്നെ ഇപ്പോൾ ഇപ്പോഴത്തെ സിനിമകളിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ പ്ലേസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആലപ്പുഴ ജിംഖാനിൽ നമ്മൾ മിസ് ചെയ്ത ശ്രീകാന്ത് വെട്ടിയാരുടെ അമ്മ ഒറ്റ സീനിൽ വന്ന് നാഗച്ചേച്ചിയെ യൂസ് ചെയ്യുന്നുണ്ട്. ആറാട്ടണ്ണൻ ഫുൾ മാസ്. കിട്ടിയിരിക്കുന്ന പോലത്തെ പുള്ളിക്കാരൻ ആ ഹെൽമെറ്റ് വരെ പുള്ളിയുടെ ഫേസ് കാണിക്കുന്നത് വരെ കട്ട മാസാണ്. അത് കഴിഞ്ഞ് പുള്ളിയുടെ ഫേസ് കാണുന്നത് അത് കാണും ചിരി. അവിടെ ബസൂക്കയില് ഓഡിയൻസ് ഒന്ന് അനങ്ങിയത് ആ ഒരു ഷോട്ടിൽ ഭയങ്കര മീറ്റി റോളാണ്, അടിപൊളിയാണ്. ആൻഡ് ഹക്കീമും മമ്മൂക്കയും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് പടത്തിന്റെ ഹൈലൈറ്റ് പോകുന്നത്. ആൾക്കാർ നെഗറ്റീവ് വരുന്ന ഒരു പോയിന്റ് അതാണ്. അതായത് പടം ത്രൂ ഔട്ട് ബസ്സിലാണ് മേജർ പോർഷൻ നടക്കുന്നത്. സോ ഇവർ തമ്മിലുള്ള ട്രോളിയൊക്കെ എങ്ങനെയാണ് ഇത് ബസൂക്കല്ല ബസ്സിൽ ബസൂക്കയെ പറ്റി പറയുന്നത് ട്രെയിലറിൽ കണ്ട സാധനം അല്ല ശരിക്കും ബസൂക്ക. അത് നന്നായി സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നില്ല. എനിക്ക് എമ്പുരാനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടു ബസൂക്ക. ബസൂക്ക വേറെ ടൈപ്പാണ്. മമ്മൂക്കയ്ക്ക് ഇതിന്റെ പ്രൊഡക്ഷൻ ഈ പ്രൊഡക്ഷൻ എന്താ പറയാ, ഇതിന്റെ അത്രയും ബജറ്റ് പ്രൊഡക്ഷൻ ഇതിലില്ല എന്തായാലും. പക്ഷെ ബസ് സൂപ്പർ ബസ് കേട്ടോ. ഈ ബസ്സൊക്കെ കിട്ടിയ നമുക്കൊന്ന് ബാംഗ്ലൂരൊക്കെ പോയി വരാം. അപ്പൊ പക്ഷെ ചില ഷോട്ടുകളിൽ മമ്മൂട്ടിക്ക് ഫീൽ ചെയ്യുന്ന മാസ്, അത് പുള്ളിയുടെ ഒരു ലുക്കിന്റെ സാധനം കൂടെ ഉണ്ട്. പക്ഷെ അതുപോലും എമ്പുരാനിൽ വന്നിട്ടില്ല. അതെനിക്കൊരു വിഷമായിട്ട് തോന്നി. എമ്പുരാനിൽ ലാലേട്ടനെ എഴുന്നേപ്പിച്ചിട്ട് ആളെ ലാലേട്ടൻ നടന്നോ എന്ന് പറയും. അപ്പൊ ഷൂട്ട് ചെയ്യണ പോലെ ആയിരുന്നു. എല്ലാരും എമ്പുരാനി പറഞ്ഞ പോയിന്റ് ഖുറേഷി എന്നുള്ള റോളിനേക്കാൾ സ്റ്റീഫൻ ആണ്. പക്ഷെ ഇതില് മമ്മൂക്കയ്ക്ക് 3-4 സ്ഥലങ്ങളില് നല്ല അടിപൊളി മാസ് ഫീൽ ചെയ്യുന്നുണ്ട്. അത് പുള്ളിക്ക് ആ പറയുന്ന കോസ്റ്റ്യൂമും ഇതും പുള്ളിക്ക് അത് കറക്റ്റ് ആയിട്ട് ചേരുന്ന ആളാണെന്ന് എല്ലാവർക്കും നമുക്കറിയാം. എസ്റ്റാബ്ലിഷ്ഡും ആണ്. പുള്ളി ആ കാണാൻ താല്പര്യപ്പെടുന്ന ഇതിലാണ് എൻട്രി ചെയ്യിച്ചേക്കുന്നത്. ഇത് ട്രെയിലർ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു ഹൈടെക് മറ്റേ ഭയങ്കര എപ്പോഴും വെടിവെപ്പ് അങ്ങനത്തെ പടമല്ല ശരിക്കും. അത് അതിന് മുമ്പ് കുറച്ചാളും അതായത് ഇത് ഇങ്ങനെ വെടിവെപ്പും കൊലപാതകവും തല്ലിക്കൊല്ലലല്ല പടം. ഇതൊരു മൗസ് ആൻഡ് ക്യാറ്റ് ആൻഡ് മൗസ് ഇൻവെസ്റ്റിഗേഷൻ പടം തന്നെയാണ്. ഇതിൽ പ്രയോറിറ്റി ക്യാറ്റിനാണ്. ഇത് ആദ്യം ക്യാറ്റ് പറയണം. ഇമ്പോർട്ടന്റ്. അപ്പൊ ബസൂക്ക ട്രെയിലറിൽ കണ്ട സാധനമല്ല. നീ ഇങ്ങോട്ട് നോക്കി പിരിയും പോകണം. സിനിമയ്ക്ക് നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായിട്ട് എന്ത്
അലിന് ശരിക്കും പറഞ്ഞ വിഷമമായിക്കണല്ലേ ബസൂക്കിക്കകത്ത് സന്തോഷം. പക്ഷെ അലിന് അതിനു മുമ്പ് ഇതിനേക്കാളും കല്യാണം കഴിക്കണ മഞ്ഞുമൽ തിരക്കിലാ. ബോയ്സില് മഞ്ഞുമൽ ബോയ്സിൽ അലിനുണ്ട്. എടാ പക്ഷേ ആദ്യം 100 കോടി അടിച്ചത് ആദ്യം 100 കോടി അടിച്ചത് പുള്ളിയാ. അല്ല നുണക്കുഴിക്കകത്തുണ്ട്. ഇതിന്റെയൊക്കെ സൈഡ് പാസിങ്ങിനകത്തൊക്കെ അലിനുണ്ട്. അലിനെ ഇവിടെ നല്ലൊരു സിനിമയ്ക്കകത്ത് സൈഡുകൾ കയറ്റി നടത്തിവിടും. മഞ്ഞുമൽ ബോയ്സിലെവിടെ നുണക്കുഴിക്കകത്തുണ്ട്. അവിടെ മറ്റേ കല്യാണം ക്രൗഡിനകത്ത് എവിടെയുണ്ട്, ആ ഫസ്റ്റ് പാട്ടിനകത്ത് എവിടെയുണ്ടെന്നാണ്. പുള്ളി ഡാൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഫോക്കസ് അല്ല, ഔട്ട് ഓഫ് ഫോക്കസ്. ഇതില് മെയിൻ പടത്തില് ഫോക്കസ് ചെയ്ത് സ്ലോ മോഷൻ കിട്ടിയത് കൊണ്ട് അതുപോലെ ആലപ്പുഴ ജിംഖാനകത്ത് ഖാലിദ് റഹ്മാൻ ഉണ്ട് കേട്ടോ ബോട്ടിനകത്ത്. അത് ഞാൻ കണ്ടില്ല. കണ്ടില്ലല്ലേ? അതെവിടെ? ആരും കണ്ടില്ല? ഇല്ല. ഉണ്ട്. അപ്പൊ അടുത്ത നിങ്ങൾ സിനിമ കണ്ടിട്ട് പുള്ളിയെ സ്പോട്ട് ചെയ്യുന്നുണ്ടോ? ഉറങ്ങാതിരിക്കുക സൂപ്പറാണ്. ഉറങ്ങാതിരിക്കും എല്ലാം കാണുന്നുണ്ട്. എനിക്ക് സത്യം പറയാ, ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഫെസ്റ്റിവലിന് പോയിട്ട് ഇങ്ങനെ 3-4 പടം കണ്ടിട്ടുണ്ടെങ്കിലും എനിക്ക് ഒരു ദിവസം ഒരു പടത്തിൽ കൂടുതൽ കാണുന്നത്, നല്ലൊരു പടം കണ്ടു കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പടം കാണുന്നത് ഭയങ്കര ടയർസം പരിപാടിയാ. രസമല്ല. ആ ഒരു പടത്തിൽ സീരീസ് ബിഞ്ച് വാച്ച് ചെയ്തിട്ടില്ല ഇതുവരെ? ഒരു 10 എപ്പിസോഡ് 12 എപ്പിസോഡ് കണ്ടിന്യൂസ് നമ്മൾ തന്നെ ഇരുന്ന് ഏതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ഫ്രണ്ട്സ് കാണും. ഫ്രണ്ട്സ് ഇല്ല ഞാൻ പിന്നെ കണ്ടിട്ടുണ്ടാവുന്ന നാർക്കോസ്, ഞാൻ സീരീസ് തന്നെ കണ്ടേക്കുന്നു വളരെ കുറവാ. നാർക്കോസ് ഒക്കെ ഞാനിരുന്ന് ചറവറാന്നിരുന്നു. നാർക്കോസ് ഞാൻ ഈ പറഞ്ഞ പോലെ അങ്ങനെ കുറെ അല്ല, ഒരു അത് ഉറക്കം വരണവരൊക്കെ ഡിസൈൻ ചെയ്യാം, ഒരു അവസാനം കൊണ്ടിട്ട് അതെ അപ്പുറത്തേക്ക് പോകാനുള്ള പാകത്തിന്. നമ്മൾ റീസെന്റ് ഏതോരെണ്ണം ഇരുന്ന് പാത്താൽ ലോക ഞാനാണെങ്കിൽ ഒറ്റ അടിക്കുന്നുണ്ട് 7 മണിക്കൂർ. നീരജ് മാധവന്റെ ആ സീരീസ് ഒക്കെ നമ്മൾ ഒറ്റയടിക്കുന്നത്. ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ. പക്ഷെ അതൊരു സിനിമ പോലെ അല്ലേ? അത് അത്രല്ലേ ഉള്ളൂ, അത് ഒരു 7 എപ്പിസോഡ് ലൈറ്റ് വാച്ച് ആണ്. എനിക്ക് ഇംഗ്ലീഷ് വെബ് സീരീസ് ആ കൂട്ടത്തിൽ കാരണം കുറെ സീസൺ ആയിട്ട് കിടക്കുന്ന സാധനങ്ങൾ നമ്മൾ ചിലപ്പോൾ അറിയാതെ 7-10 സീസൺ ഒക്കെ ഉള്ളത്. പിന്നെ ഞാനും അങ്ങനെ കുറെ ഇരുന്ന് ബിഞ്ച് ചെയ്യാറുണ്ട്. ടെഡിയോ എന്താ ആ കില്ലറിന്റെ കഥയുള്ളത് നീ എന്നെ ജിയോയ്ക്കകത്ത് കാണിച്ചത്. ഞാനാണ് കാണിച്ചത്. ഇത് മറ്റേ പഴയ തിയേറ്റർ പഠിക്കാൻ പോയിട്ട് അവിടെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ സൈഡിൽ വന്നിരുന്നുണ്ട്. ഞാൻ ഏറ്റവും ലാസ്റ്റ് ഞാൻ ബിഞ്ച് വാച്ച് സാധനം ബാരിയാണ്. 4 എപ്പിസോഡൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്. ഇത് എങ്ങോട്ടാ പോകുന്ന മൈദി നല്ല അടിപൊളിയല്ലേ? എല്ലാ ക്യാരക്ടേഴ്സ് ഒക്കെ ഭയങ്കര ഹൈലി റെക്കമെൻഡഡ് സീരീസ്. അവരുടെ ക്യാരക്ടർ റൈറ്റിംഗ് ഭയങ്കര രസമാണ്. ഒരു ക്യാരക്ടറിനെ ഇഷ്ടപ്പെടുത്തുക എന്നുള്ളത് ഭയങ്കര രസമാണ്. ലിപ്സ്റ്റിക് ക്യാമറയും അപ്പൊ സീരീസ് റെക്കമെൻഡേഷൻ ബാരി ഓൺ ജിയോ ഹോട്ട്സ്റ്റാർ അല്ലേ? ഞാനിപ്പോ നാർക്കോസ് ആണ്. ഞാൻ ബെറ്റർ കോൾ സോൾ കണ്ടു. ബെറ്റർ കോൾ സോൾ അടിപൊളിയാണ്. ബെറ്റർ കോൾ സോൾ ആക്ച്വലി ബ്രേക്കിംഗ് ബാഡിനെ കാട്ടി നല്ലതാണ്. ആണോ? ബ്രേക്കിംഗ് ബാഡ് ഫാൻസ് ബെറ്റർ കോൾ സോൾ വൻകിടിയിലാണ്. ബെറ്റർ കോൾ സോൾ ബ്രേക്കിംഗ് ബാഡ് നമ്മളീ പറയുന്നത് ഇത് രണ്ടും ടോപ്പാണ്. മുകളില് എനിക്ക് ശരിക്കും നമ്മൾ ബ്രേക്കിംഗ് ബാഡ് കണ്ടിട്ട് ഇത് കാണുന്നുണ്ടാവാം കേട്ടോ. കാരണം ആ ക്യാരക്ടേഴ്സിനെ നമുക്ക് പ്രത്യേകിച്ച് ബ്രേക്കിംഗ് ബാഡ് കണ്ട് നമ്മുടെ മനസ്സിൽ ഇട്ട ക്യാരക്ടേഴ്സിനെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുറച്ചുകൂടെ നല്ല റൈറ്റിംഗിൽ അവര് അതിന്റെ മുകളിൽ അവർക്ക് എഴുതാൻ പറ്റി. അപ്പൊ അതിന്റെ മുകളിലെത്തി എന്നുള്ള രീതിയിലാണ്. നീ ബ്രേക്കിംഗ് ബാഡ് കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഞാൻ നാർക്കോസ് കാലിക്കാട്ടിൽ കണ്ടു. ഒരു രക്ഷയില്ല. നാർക്കോസ് ഞാൻ ആക്ച്വലി പാബ്ലോ എസ്കോബാർ മരിച്ചതിന് ശേഷം കണ്ടിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ പാബ്ലോ എസ്കോബാർ ആയിരുന്നല്ലോ അതിന്റെ മെയിൻ. പക്ഷെ അതിന്റെ സീസൺ 3 കാലിക്കാട്ടില്ലേ, അത് ഞാൻ കണ്ടു. അടിപൊളി, ഒരു രക്ഷയില്ല കിട്ടില്ല. എന്നിട്ട് ഞാൻ നാർക്കോസ് മെക്സിക്കോ കണ്ടു തുടങ്ങി. സീരീസ് പറയുമ്പോൾ ഞാൻ റീസെന്റ് കണ്ടത് അഡോളസൻസ് എന്ന് പറഞ്ഞു, നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്തേക്കുന്ന സീരീസ്. ഒരു ദിവസം ഞാൻ നിഷാദ് മാത്രമുള്ളപ്പം അഡോളസൻസ് നല്ല സാധനം ഒരുപാട് പേരുണ്ട്, സിംഗിൾ ഷോട്ടിലൊക്കെ എടുത്ത് അതൊന്ന് കാണണമെന്നാണ്. അപ്പം തന്നെ ഞങ്ങൾ നെറ്റ്ഫ്ലിക്സ് എടുത്ത് ഞങ്ങൾ ഇട്ടു. അഡോളസൻസ് എടുത്തപ്പോൾ തന്നെ വന്നു പ്ലേ ചെയ്തു. ഞങ്ങൾ ഇത് കണ്ടിട്ട് അങ്ങോട്ട് എന്തോ ഒരു കുഴപ്പമുണ്ട്. എന്നുവെച്ചാൽ വല്ലാത്ത സ്റ്റോറി ടെല്ലിങ്, കഥ അങ്ങോട്ട് നമുക്ക് റിവീൽ ചെയ്യുന്നില്ല ഇവരങ്ങോട്ട്. ഭയങ്കര ഇമോഷണലി ഹെവി ആയിട്ടുള്ള സാധനം കൂടെ. അതും പക്ഷെ നേരെ അങ്ങ് ചാടിക്കുക. അത്രയും സ്റ്റോറിയിലേക്ക് ചാടിക്കാൻ പാടില്ല. ഇത് പടം തുടങ്ങുമ്പോൾ ഇത്തിരി വേണ്ടേ. അപ്പൊ നമുക്കാണെങ്കിൽ കഥ നമ്മൾ ഊഹിക്കുമായിരുന്നു. ഞാൻ റിൻഷായി ഊഹിച്ച് ഞാൻ ഈ ഗൂഗിൾ ചെയ്താലോ ഇവര് കഥ റിവീൽ ചെയ്യാതെ ഇങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല. ഞങ്ങൾ അതൊക്കെ അങ്ങനെയൊക്കെ വിചാരിക്കും. കാരണം അവർ പറയുന്നത് ഡീകോഡ് ചെയ്യേണ്ട സിറ്റുവേഷനാണ് കാര്യങ്ങളൊക്കെ പറയുന്നത്. അത് ഞങ്ങൾ ആ എപ്പിസോഡ് മൊത്തം കണ്ടു. ഒന്നാമത്തെ എപ്പിസോഡ് മൊത്തം കണ്ടു തീർത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു ഇതില്ല വന്നാൽ അവർ ഒന്നാമത്തെ എപ്പിസോഡ് ഏകദേശം വൈൻഡപ്പ് ചെയ്യുകയും ചെയ്തു. അപ്പം നമുക്ക് ബാക്കിയുള്ള 3 എപ്പിസോഡ് പിന്നെ കാണാൻ ഞങ്ങൾ വിചാരിച്ചിരുന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞങ്ങൾ കണ്ട് 4ാമത്തെ എപ്പിസോഡ് ഫൈനൽ എപ്പിസോഡാണ് ആദ്യം കണ്ട്. സംഭവം മച്ചു ആദ്യത്തെ 3 ആരും കണ്ടിട്ടില്ലെന്ന് വിചാരിച്ചാൽ നമ്മൾ ആദ്യം കണ്ട സാധനം ഞാൻ അങ്ങ് പ്ലേ ചെയ്ത് ഞാൻ ഇവൻ ചെയ്ത് 4ാമത്തെ എപ്പിസോഡ് കണ്ടിട്ട് സസ്പെൻസ് അടക്കമുള്ള കാര്യങ്ങൾ, അതായത് എൻഡിങ് ഞങ്ങൾ കണ്ടു തീർത്തു.
നാലാമത്തെ എപ്പിസോഡ് കിടിലോ എപ്പിസോഡ് അല്ലേ? അത് അവന്റെ എങ്ങനെ ഇത്ര സിംഗിൾ ഷോട്ട് ഇത്ര ലൊക്കേഷനിലൊക്കെ ചെയ്തല്ലേ നമ്മളൊരു. അവര് പറയുന്നുണ്ട് ചിലത് അവര് എനിക്കൊന്ന് ഫൈനൽ എപ്പിസോഡ് അവര് 14 റീടേക്ക് എങ്ങാണ്ട് പോയി നോക്കെ. ഏതെങ്കിലും ഒരാളൊരു മിസ്റ്റേക്ക് ആക്ടിങ് മാത്രമല്ല ക്രൂയിലും എല്ലാം സൗണ്ടിന്റെ സാധനമൊക്കെ ഓഫ് ആയി ഭൂമിക്ക് ഇങ്ങനെ ഇരുന്നാ മതി കഴിഞ്ഞില്ലേ. അങ്കമാലി ഡയറീസിലെ അവസാനത്തെ സീൻ തന്നെ അതുപോലെ 11 മിനിറ്റ് ഒരു ജനല് വഴി പുറത്തോട്ട് ചാടുന്നൊക്കെയുണ്ട്. അപ്പൊ അവിടെ ഗ്ലാസ് വെച്ചേക്കുന്നവര് എല്ലാം കുറെ സിംഗിൾ ഷോട്ട്സ് ഉണ്ട്. അല്ല സിംഗിൾ ഷോട്ട് പോലെ തോന്നുള്ളൂ ആ പടത്തിന്, കട്ട് ഫീൽ ചെയ്യില്ല. ഒരൊറ്റ സിംഗിൾ ഷോട്ടിൽ പോയിട്ടുള്ള പോലെ തന്നെ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടുണ്ട്, ബേഡ്മാനും കേട്ടിട്ടുണ്ട്. അതൊക്കെ സിംഗിൾ ഷോട്ടിന്റെ കാര്യത്തിലാണ് കേട്ടിട്ടുണ്ട്. സിംഗിൾ ഷോട്ട് ഫാമിലി മാനിൽ കുറെ സിംഗിൾ ഷോട്ട് ഉണ്ട്. ഫാമിലി മാനിൽ അടി മൊത്തം സിംഗിൾ ഷോട്ടാണ്. ഫാമിലി മാൻ നമ്മുടെ സീരീസ് പ്രൈമിന് മാർക്കോലെ ഫൈറ്റ് നമ്മൾ കഴിഞ്ഞാൽ പറഞ്ഞ സ്റ്റെപ്പ് ഫൈറ്റ് സിംഗിൾ ഷോട്ടാണ്. അങ്ങനെ കുറെ സിംഗിൾ ഷോട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ നമ്മുടെ ബസൂക്കയ്ക്ക് അതാണ് ശരിക്കും പറഞ്ഞാൽ സ്പോയിലർ വരാൻ സാധ്യതയുള്ളൂ. നമ്മൾ ഇത്തരം പറഞ്ഞതിൽ സ്പോയിലർ വരാൻ ചാൻസ് ഉള്ളതാണ് ബസൂക്ക പറയുമ്പോഴാണ്. സോ ബസൂക്ക എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു എൻഗേജിങ് കാറ്റ് ആൻഡ് മൗസ് ഗെയിം കിട്ടിയ പടം തന്നെയാണ്. നെഗറ്റീവ് റിവ്യൂസ് വരുന്നുണ്ട്, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് എനിക്ക് തോന്നുന്നു പ്രോപ്പർ ആയിട്ട് ഒരു പ്രൊഫഷണൽ ഗെയിമേഴ്സ് അത് കാണുമ്പോൾ ചിലപ്പോ ഫ്രഷ് മലയാള സിനിമയ്ക്ക് ഇല്ലാത്തൊരു ഫ്രഷ് സാധനത്തിന്റെ ഈ സാധനം ഉണ്ട്. അതായത് ബേസ് ഇട്ടേക്ക്, അതിന്റെ ബേസ് ഇട്ടേക്കുന്ന സാധനം ഫ്രഷ് ആണ്. നമ്മൾ അധികം ചെയ്തിട്ടുള്ള സാധനമാണ്, നമുക്ക് പക്ഷേ പരിചയമുള്ളതാണ്. അത് ഗെയിമിംഗ് വേൾഡ് നമുക്ക് പരിചയമുള്ളതാണ്, പക്ഷെ അതിനെ ബേസ് ചെയ്ത പടം വന്നിട്ടില്ല. അത് ആ സാധനം എടുത്തു കഴിഞ്ഞാൽ ഇതൊരു റൊട്ടീൻ സാധനം തന്നെയാണ്. നമുക്ക് സ്ഥിരം പരിചയമുള്ളൊരു ഇൻവെസ്റ്റിഗേഷൻ പടം തന്നെയാണ് ഇതെടുത്ത് മാറ്റി കഴിഞ്ഞാൽ. പക്ഷെ അവർ വൃത്തിക്ക് ആ സാധനം കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ മമ്മൂക്ക ചെയ്തിട്ടില്ലാത്ത ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞായിരിക്കും മമ്മൂക്കയെ വീഴ്ത്തിയതിനകത്ത്. എന്തിനു മമ്മൂക്ക ചെയ്യണം എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. അങ്ങനൊന്നും ആ ബന്ധത്തിനൊന്നും മമ്മൂക്കയെ കിട്ടത്തുന്നില്ല. ചെയ്തിട്ടില്ലാത്തൊരു സാധനം ഇതിനകത്തുണ്ട്, ഇത് ചെയ്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് നമ്മൾ ഓക്കെ ചെയ്യാം. പിന്നെ നോക്കിയപ്പോൾ ഈ പറഞ്ഞ ബിൽഡപ്പ്, ഗെയിംസിന്റെ ബിൽഡപ്പും ഫ്രഷ് ആണ്, അതുകൊണ്ട് പിടിച്ച സാധനമായിരിക്കും ഇത്. പിന്നെ ട്രെയിലറിൽ കണ്ട ലെവൽ ഓഫ് സാധനമല്ല, വേറൊരു ടൈപ്പിലായിരുന്നു പടം പോയത്. അതുകൊണ്ട് സ്റ്റാർട്ടിങ് ഭയങ്കര സ്ലോ ആയിരുന്നു, അത് കയറി എൻഗേജിംഗ് ആയിട്ട് വന്നു. മമ്മൂക്ക വന്നപ്പോ തൊട്ട് പടം എൻഗേജിംഗ് ആയിട്ട് വന്നു. പിന്നെ പുള്ളി സ്റ്റൈലിഷ് ലുക്കിലും പല ലുക്കിലും ഒരു 4-5 ലുക്കിലൊക്കെ അവർ പ്രസന്റ് ചെയ്യാൻ, അതും അജിത്തിന്റെ കാര്യം ശ്രമിച്ചിട്ടുണ്ട്. അത് മുടി നീട്ടി വളർത്തി കെട്ടിയിട്ട് അത് കട്ട് ചെയ്തിട്ട് അങ്ങനെ 2-3 ലുക്കിലൊക്കെ കൊണ്ടുവന്നിട്ട് മാസ് ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്ത് തിയേറ്ററിൽ എനിക്കൊന്ന് പാർട്ട്ലി വർക്ക് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് കുറച്ച് പേർക്ക് ഇത്രയൊക്കെ കാണിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു ഇതിനു വേണ്ടി എന്നുള്ള സാധനമുണ്ട്. പക്ഷെ അവർ ഈ പറയുന്ന ഇതിനാണോ ഈ ചെയ്തതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എക്സാക്ട്ലി എല്ലാത്തിനും കറക്റ്റ് ആയിട്ടുള്ള റീസൺസ് ആൻഡ് ഇതും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് ചിന്തിക്കും. പടം എല്ലാം കഴിഞ്ഞ് നമ്മൾ റിവേഴ്സ് ഉണ്ടല്ലോ, ഇൻവെസ്റ്റിഗേഷൻ പടങ്ങൾക്ക് ഒരു സാധനം ഉണ്ടല്ലോ, നമ്മൾ ഇതെല്ലാം എൻഡ് എത്തി കഴിഞ്ഞു, ഓക്കെ ഇതാണ് സംഭവിച്ചത്, ഓക്കെ ഇനി തിരിച്ച് വരുമ്പോഴത്തേക്ക് ഇപ്പൊ എന്തിനാ ഇപ്പൊ ഇത്രയൊക്കെ എന്നൊരു സാധനം വരുമ്പോൾ ഇത്രയൊക്കെ വന്നതിന് അതിനൊക്കെ റീസൺസ് ഉണ്ട്, അത് അങ്ങനെയാണ്, ക്യാരക്ടറൈസേഷൻ ബിൽഡപ്പും അതായിരുന്നു എന്നുള്ളത് ജസ്റ്റിഫൈഡ് ആണ്. പിന്നെ പറഞ്ഞാൽ മിക്സഡ് റിവ്യൂ വരുന്നതിന്റെ കാരണം എല്ലാവർക്കും കണ്ടു. ഇതിനകത്തൊരു വിന്നർ ഉണ്ടാവാൻ ചാൻസ് എനിക്ക് തോന്നുന്നില്ല, ഇല്ല. കാരണം അതായത് ഈ പറഞ്ഞ കഴിഞ്ഞ സീസണിലെ വിഷുവിനെ അപേക്ഷിച്ച് ഈ 4 പടങ്ങൾ ഒരൊറ്റ ഒരെണ്ണം പോലും ഈ സാധനം എത്തി. നിങ്ങൾ പ്രിഡിക്റ്റ് ഏതെങ്കിലും 50 കോടി ക്ലബ്ബിൽ കയറും. 50 കോടി ജിംഖാന 50 കോടി പോയി ബസൂക്കയും കയറും തോന്നുന്നു. ഈ പടങ്ങളെല്ലാം മിക്കവാറും മരണമാസം നല്ല സിനിമകൾ മലയാളം 3 പടങ്ങൾ 30+ എന്തായാലും കയറുന്നു, 50ലേക്ക് എത്താൻ സാധ്യതയുള്ള പടങ്ങളാണ്. പക്ഷേ ഈ പറഞ്ഞ 100 crore എത്തുന്ന കിടിലം പടം നമ്മൾ എന്താ പറയുക, ആവേശം, പ്രേമലു, മറ്റേ ഗോഡ് ലൈഫ്, പ്രമേഹമല്ല എമ്പുരാൻ, ആ ലെവൽ ഓഫ് ഈ ഹൈപ്പില്ല ഈ പടങ്ങൾക്കൊന്നും, ആ ലെവൽ ഓഫ് സാധനവും ഇല്ല ഇതിന്. എല്ലാം ഡീസന്റ് വാച്ച് പടങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയത്. ആൾക്കാർ മിക്കവാറും OTT-ക്ക് വേണ്ടി വെയിറ്റ്. പക്ഷെ അപ്പോഴും നിങ്ങൾക്ക് കാണാനുള്ള സാധനം അതാ, നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഈ സാധനം. നിങ്ങൾ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞത് അവർക്ക് ചൂസ് ചെയ്യാന്ന് കാണാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ബോക്സിംഗ് പടമൊക്കെ ശരിക്കും അത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. തപ്പാട്ട പരമ്പര പോലൊന്നും വരുത്തുന്നില്ല, അത് വേറെ സാധനം, വേറെ ലെവൽ സാധനം. നല്ല സിനിമ അത് വിഷ്വൽ പഴയ കാലഘട്ടം സർപ്പട്ട പരമ്പര ഒരു രക്ഷയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഡാൻസിംഗ് റോസ് ഒക്കെ
സൂപ്പർ അല്ലേ? ബോക്സിംഗ് അതല്ല, ഒരു പൊളിറ്റിക്കൽ കമന്ററി വരുന്നോണ്ടാണ് ആ പടം അത്ര ഡെപ്തിലുള്ള. അതാണ്, അത് പാരഞ്ജിത്തിന്റെ പടമാണ്. അത് പുള്ളി വെറും ഒരു ബോക്സിംഗ് പടം മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് ബുദ്ധനെ കാണിക്കും. കാലഘട്ടം വേറെയാണ്. അപ്പൊ അന്നത്തെ പൊളിറ്റിക്കൽ സിനാരിയോ പ്രശ്നങ്ങളൊക്കെ കണക്ട് ചെയ്താണ് പോകുന്നത്. അത് വെറും സ്പോർട്സ് എഴുത്ത് മാത്രമല്ല, ഭയങ്കര കറക്റ്റ് ഡ്രാമ റൈറ്റ്. മനസ്സിലായി, പക്ഷെ പടത്തിന്റെ കഥ എന്താണെന്ന് എനിക്ക് ഓർമ്മ. അതിൽ ആര്യയുടെ സ്ക്രീൻ പ്രസൻസ് ഭയങ്കര കിട്ടില്ലല്ലേ? ആര്യക്ക് എനിക്കൊന്നും മസിലൊക്കെ വെച്ച് വരുമ്പോ സൂപ്പറാ പറയാൻ. ആര്യക്ക് പറയാൻ വൻ ഹിറ്റ് അതേ. രാജാറാണിയൊക്കെ രാജാറാണിയുണ്ട്. രാജാറാണിയൊക്കെ ശരിക്കും പറഞ്ഞാൽ വളരെ ഭയങ്കര ഹിറ്റാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ആര്യ പുള്ള ചെയ്തേക്കുന്നെന്ന് പറഞ്ഞ രാജറാണിയില് നയൻതാരയുണ്ട്. ഓ, ആറ്റ്ലിയാണ് എനിക്ക് മനസ്സിലാകാത്തത്. അയാൾ എന്താണ്, അയാൾക്ക് എന്താണ് ആറ്റ്ലി? ആറ്റ്ലി 5 പടം ചെയ്തിട്ടുള്ളൂ. ആറ്റ്ലി 6ാമത്തെ പടം അല്ലു അർജുനെ കൊണ്ടാണ്. അവര് ഹോളിവുഡ് മറ്റേ VFX ടീമിനെ കൊണ്ട് സൂപ്പർ ഹീറോ പടം ചെയ്യാൻ പോകുന്ന ഒരു റൂമറുണ്ട്. അവരതിന്റെ പ്രൊമോ വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. മറ്റേ മാർവൽസ് ഒക്കെ ചെയ്യുന്നവരുടെയും അവതാർ ചെയ്തവരുടെയൊക്കെ സ്റ്റുഡിയോയിൽ പോയിട്ട് അല്ലുവിന്റെ കോസ്റ്റ്യൂം ടെസ്റ്റും അല്ലുവിന്റെ മറ്റേ ഈ ടെസ്റ്റുകളൊക്കെ എടുക്കുന്നതിന്റെ പ്രൊമോ വന്നിട്ടുണ്ട്. ആറ്റ്ലി അല്ലു അർജുൻ 22 ക്രോസ് A6 AA22 ക്രോസ് A6 എന്നാണ് ഇപ്പൊ അനൗൺസ് ചെയ്തേക്കുന്നത്. അല്ലു അർജുൻ 22ാമത്തെ പടവും ആറ്റ്ലി 6ാമത്തെ പടവും എന്നുള്ള ലെവലാണ്. ആറ്റ്ലി ഫസ്റ്റ് പടം രാജാറാണി, പിന്നെ അത് കഴിഞ്ഞ് തെറി, മെർസൽ, ബിഗില്, ജവാൻ. ഇതാണ് ആറ്റ്ലിയുടെ ഈ പടങ്ങള്. ബേബി ജോൺ ആറ്റ്ലിയുടെ പടമാണേ ഉള്ളൂ. അതായത് തെറി കൊണ്ടുപോയി അവിടെ റീമേക്ക് ചെയ്ത ബേബി ജോൺ ആറ്റ്ലി പ്രൊഡക്ഷൻ പാർട്ട്ണർ ആണേ ഉള്ളൂ. ഡയറക്ഷൻ ഒക്കെ വേറെ ആൾക്കാർ. ആറ്റ്ലി വിജയുടെ ഒരു 3 പടം നേരത്തെ ചെയ്തു. രാജാറാണി ഹിറ്റ് ആയതിനു ശേഷം പുള്ളിക്ക് 3 മൂവീസ് ഇൻ എ റോ വിജയുടെ പടം തന്നെ പുള്ളി ചെയ്തത്. ആ 3 പടങ്ങളും 300 ക്രോസ് ചെയ്ത് വിജയുടെ സക്സസ് പടങ്ങളാണ്. 3 പടങ്ങൾ ഹിറ്റാണ്. പക്ഷെ നമുക്കറിയാം, നമ്മൾ കണ്ടാൽ ഓക്കെ പടം, നമുക്കൊരു ഫുള്ളി സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്ത പടങ്ങൾ ഈ 3 പടങ്ങളും. ബിഗില് ഭയങ്കര സ്റ്റഫുള്ള പടങ്ങൾ. അതായത് ഒത്തിരി സാധനങ്ങൾ നല്ല ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് സാധനങ്ങൾ. പക്ഷെ എനിക്ക് ഫുള്ളി സാറ്റിസ്ഫൈഡ് അല്ല ഞാൻ ഇങ്ങനെയുള്ള പടങ്ങളിൽ. ഇപ്പൊ ജവാൻ ആണെങ്കിലും നല്ല പാക്ഡ് ആണ്. ജോൺ ഇഷ്ടപ്പെടാത്ത പടങ്ങൾ ഭയങ്കര പാക്ക്, അതായത് ആക്ഷൻ സീൻസ് ഇതെല്ലാം പാക്ഡ് ആയിട്ടുള്ള പടങ്ങളാണ്. പക്ഷെ കളക്ഷൻ വൈസ് പുള്ളിക്ക് ഭയങ്കര സക്സസ് റെക്കോർഡ് ഉണ്ടാക്കാൻ പറ്റി. അതുകൊണ്ട് തന്നെ പുള്ളി ഭയങ്കര ടോപ്പ് മോസ്റ്റ്, അതായത് ഈ രാജമൗലി പോലെ ലെവലിലൊക്കെ എനിക്കൊന്ന് ആൾക്കാർ ആറ്റ്ലിയെ കാണുന്നു തോന്നുന്നു. അയാള് മാത്രമേ അത് കാണുന്നുള്ളൂ. പക്ഷെ പുള്ളിക്ക് ഭയങ്കര അല്ല, അതന്നെയല്ലടാ ഒരു പുള്ളി അതൊന്ന് റിസൾട്ട് ഉണ്ടാക്കി വേണ്ടത്. അതല്ലേ കളക്ഷൻ റിസൾട്ട് ഉണ്ടാക്കി പുള്ളി നല്ല സിനിമയാണ് പുള്ളി ചെയ്യുന്നത് അല്ലേ? ആണ്. സക്സസ്ഫുൾ ഡയറക്ടർ തന്നെ. അതാണ് പുള്ളി ചെയ്ത എല്ലാ പടങ്ങളും പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. ശങ്കറിനോ ഇപ്പോഴത്തെ ശങ്കർ കമ്പയർ. കാരണം പണ്ട് ശങ്കർ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, അതാണ് ആറ്റ്ലിയൊക്കെ ഇപ്പൊ ചെയ്യുന്നത്. അതിനെ ഇപ്പോഴത്തെ കാലഘട്ടമായിട്ട് സിങ്ക് ചെയ്തിട്ട് ശങ്കറിന്. പക്ഷേ അവിടുന്ന് ഇങ്ങോട്ടേക്ക് എനിക്ക് നമുക്ക് അത് വേറൊരു എപ്പിസോഡ് പിടിക്കാം. ഇപ്പൊ നമ്മൾ 1 മണിക്കൂർ കൂടുതലായില്ലേ? അല്ലെങ്കിൽ നമ്മൾ എത്രയായി? നമുക്ക് എനിക്കൊന്ന് ഈ വർഷത്തെ ഒരു ക്വാർട്ടർ റിവ്യൂ പോലെ പറഞ്ഞ, കാരണം സ്റ്റാർട്ട് ചെയ്തത് ശങ്കറിന്റെ നമ്മളല്ല. നീ ഈ വർഷം കുറെ പടം കണ്ടിട്ടില്ല. നമുക്ക് ഈ വർഷത്തെ ബാക്കിയുള്ള പടങ്ങൾ നമുക്ക് വേറൊരു എപ്പിസോഡായിട്ട് നമ്മൾ ചെയ്യാം. കാരണം എമ്പുരാൻ നമ്മളൊരു എപ്പിസോഡ് ചെയ്യുന്നുണ്ട്. എമ്പുരാന്റെ അറൗണ്ട് കുറെ കാര്യങ്ങൾ പറയാനുള്ളത്. എനിക്ക് ഓഫീസിൽ പോയി ക്വാർട്ടർ റിവ്യൂ ഈ ഇറങ്ങിയ പടങ്ങളുടെ ക്വാർട്ടർ റിവ്യൂ ഇതാണ് നമ്മള് ഇൻഡസ്ട്രിക്കാരുടെ ഇടയിൽ ഇങ്ങനെയാണ്. വിഷു റിലീസിനോടൊപ്പം മറ്റ് ജനറൽ പടങ്ങളും പറഞ്ഞു പോകുന്ന ശേഷം എനിക്കൊന്ന് സമയം ഒരുപാടായി. വിഷു റിലീസ് മാത്രമായിട്ട് ഇത് എപ്പിസോഡ് പോട്ടെ. നമുക്ക് ജനറൽ സിനിമകളുടെ ഒരു ഡിസ്കഷൻ എല്ലാ പടങ്ങളും അവരോട് മറ്റു ചേർത്ത് പറഞ്ഞു. എല്ലാ പടങ്ങളും കാണുക. ഇൻഡസ്ട്രീനെ സപ്പോർട്ട് ചെയ്യുക. ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചാല് നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ ഒരു എനിക്കൊന്ന് 70-80% ആർ നോട്ട് സബ്സ്ക്രൈബ്ഡ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ചെക്ക് ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങൾക്ക് നമ്മുടെ കണ്ടന്റ് ഇഷ്ടപ്പെടുന്നു. പക്ഷെ അതിന്റെ മേലുള്ള ആൾക്കാർ കാണുന്നുണ്ട്. പിന്നെ നമ്മുടെ വിറ്റ് ടീമിന്റെ എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ്സ് എല്ലാം തന്നെ നമ്മൾ 2 ബ്രോഡ്കാസ്റ്റ് ചാനലിലായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. വാട്സാപ്പിലുണ്ട്, അതുപോലെ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. അതിന്റെ എല്ലാം ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഈ പടം വെട്ടിയ സ്ഥിതിക്ക് മെയ് 3-ാം തീയതി ജോൺ ജോ അദ്ദേഹത്തിന്റെ പുതിയ സ്പെഷ്യൽ ഷോയുമായി ബാംഗ്ലൂരിൽ വരുന്നുണ്ട്. ബാംഗ്ലൂർ വെന്യൂവിന്റെ പേര് ദ കോമഡി തിയേറ്റർ, ഇന്ദിരാനഗർ. സമയം 5 മണി, വൈകുന്നേരം 5 മണിക്ക് മെയ് 3-ാം തീയതി ശനിയാഴ്ച. അറിയോ നമ്മുടെ ഷോയുടെ പേരാണ് സ്നേക്ക് ആൻഡ് ലാഡർ. അപ്പൊ സ്നേക്ക് ആൻഡ് ലാഡർ എന്ന് പറഞ്ഞ എന്റെ സ്പെഷ്യൽ 1 hour ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ അതിന്റെ പൂർണ്ണ രൂപത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. 3-ാം തീയതി നമ്മൾ എന്തായാലും ബാംഗ്ലൂർ ഷോ ചെയ്യും. ബാംഗ്ലൂർ കത്തിക്കൊന്നുമില്ല. അപ്പൊ ഇതുവരെ എപ്പിസോഡ് കണ്ടിട്ടുണ്ടെങ്കിൽ #കത്തിക്കും. അപ്പൊ
നമ്മള് ടിക്കറ്റ് ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, അല്ലെങ്കിൽ കമന്റ് ആയിട്ടും കൂടെ പിൻ ചെയ്യുന്നതായിരിക്കും. അനിൽ ഫ്രാൻസിസ്, നിങ്ങൾ ഫാമിലി ആയിട്ട് എല്ലാവരും വീണ്ടും വരണം. അനിൽ ഫ്രാൻസിസിനോട് പറയാനുള്ളത്, ഇതിൽ കുറെ ഭാഗമൊക്കെ നമ്മൾ അന്ന് കണ്ട സാധനങ്ങൾ തന്നെയായിരിക്കും, പക്ഷെ രണ്ടാമത് കാണാനുള്ള മുതലുണ്ട്. എന്റെ ഷോയിന് വന്നല്ലോ, ഞാൻ അനിൽ ഫ്രാൻസിസിന്റെ അടുത്ത് പറഞ്ഞു. അതുപോലെ അല്ലല്ലോടാ, എന്റെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ. ഇതുപോലെ നിങ്ങളെ പേരെടുത്ത് എപ്പിസോഡിൽ മെൻഷൻ ചെയ്യാൻ ഫാമിലി ആയിട്ട് വരിക അല്ലേ. അനിൽ ഫ്രാൻസിസും കൂടെ വന്ന 10 ആള്, ഞാനും എന്റെ ആള്. അവരെ ആ 10 പേരെ തന്നെ വിളിച്ചോണ്ട് വരിക. ജോണിന്റെ ഇത് വെന്യൂ വലുതാണ്, നമുക്ക് തുറക്കണം. ഒരു 10 മിനിറ്റ് ഒക്കെ ആൾക്കാർ നിങ്ങൾ കണ്ടന്റ് ആയിരിക്കും, പക്ഷെ 1 hour ആണ് ഷോ. ജോണിന്റെ ഫസ്റ്റ് സ്പെഷ്യൽ ആണിത്. കൊച്ചിയിൽ നമ്മൾ റൺ ചെയ്തു, സക്സസ്ഫുൾ ഷോ ആണ്. ആൻഡ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജോണിന്റെ ബെസ്റ്റ് പെർഫോമൻസിൽ ഒന്നായിരിക്കും സ്നേക്ക് ആൻഡ് ലാഡർ. സോ ഡു ഇവൻ ഫിലിം റിവ്യൂ ഇത് വർക്ക്. ചിലപ്പോ ഞാൻ കിടന്നുറങ്ങും പുറകിലിരുന്ന്, പക്ഷേ കുഴപ്പമില്ല. ബാംഗ്ലൂരുള്ളവര് എന്തായാലും ഷോ നിങ്ങൾ ബുക്ക് കണ്ടിട്ടില്ല. ഇല്ല, ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. ഒരു സർപ്രൈസ് ആയിരിക്കും. കാരണം ഇതിൽ 15 മിനിറ്റ് ഇതിൽ സംഘട്ടനമുണ്ട്, സസ്പെൻസ് ഉണ്ട്, ത്രില്ലുണ്ട്, സെക്സ് ഉണ്ടെന്നാണ് ജോൺ പറയുന്നത്. സെക്സ് ഉണ്ട്, സെക്ഷൻ ഉണ്ട്. എല്ലാം ഒരു എന്റർടൈനറിന് വേണ്ടുന്ന നൊസ്റ്റാൾജിയ, ഒരു ലോഡ്. അതായത് വിക്ടോക്സിൽ നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന നൊസ്റ്റാൾജിയ ഉണ്ട്. ജോണിന്റെ 15 തമാശ പണ്ടത്തെ വീഡിയോസ് അയച്ചു തരാം. മനോരമയിലത്തെ റെഫറൻസ് ഉണ്ട്. ഡു വാച്ച് ജോൺസ് ഓൾ സ്റ്റാൻഡ് അപ്പ് ബിറ്റ്സ് ബിഫോർ ദി ആ യൂണിവേഴ്സ് അല്ലേ. ഞാൻ പൊളിറ്റിക്കൽ സാധനങ്ങളൊന്നും പറയില്ല. ബുക്ക് മൈ ഷോ പട്ടി ജോൺ യൂണിവേഴ്സ് ബുക്ക് മൈ ഷോയില് ലിസ്റ്റഡ് ആണ്. അപ്പോൾ ചെക്ക് ചെയ്യാൻ ഫോർ ദ ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ആൻഡ് ഇൻ ദ കമന്റ്. നിങ്ങൾ അന്നൊന്നും വെക്കണ്ട കേട്ടോ, പെട്ടെന്ന് ടിക്കറ്റ് എടുത്തു. എന്നാലും ജോണിന് ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ, ഈ പൈസ കിട്ടിയിട്ട് വേണം. എന്തെങ്കിലും ചെയ്യാം. ബുക്ക് മൈ ഷോ റേസർ പേയും കൂടെ ലിങ്ക് കൊടുക്കും. എല്ലാം കൊടുക്കും ഞാൻ. ആർക്കാ വേണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ഏത് വേണമെങ്കിലും എടുത്ത് ബുക്ക് ചെയ്തേക്ക്. എന്നാ 3-ാം തീയതി എത്ര മണിക്ക്? 5 മണിക്ക് ഇന്ദിരാനഗർ കോമഡി. അടിപൊളി വെന്യൂ ആണ്, നിറയ്ക്കണം. 250 സീറ്റ് ഉണ്ട്. അത് ഇപ്പൊ ബുക്ക് ചെയ്യുന്നവർക്ക് ഏർലി ബേർഡ് ഡിസ്കൗണ്ട്സ് കിട്ടുന്നതായിരിക്കും. അതെ, ഓക്കെ. നമുക്ക് എന്തായാലും ശരി, താങ്ക് യു. ഞാൻ തിരിച്ചു വന്നിരിക്കുന്നു. ഇനി അനീസിനെ കണ്ടില്ല എന്ന് പറഞ്ഞ് കരഞ്ഞാൽ തിരിച്ചു വന്നിരിക്കുകയാണ്. സിക്കയ്ക്ക് ഒരു പ്രശ്നമില്ല. സിക്കല്ല, സിക്ക കുറച്ച് പേഴ്സണൽ കമ്മിറ്റ്മെന്റ്സ് ആയിട്ടുള്ള ഓട്ടത്തിലായിരുന്നു. അറിയാലോ, പലരുമായിട്ട് പേഴ്സണൽ ഒരുപാട് പേഴ്സണൽ കമ്മിറ്റ്മെന്റ് ഉള്ള ഒരാളാണ് സിക്ക. അതിന്റെ ഇടയ്ക്ക് വിറ്റോക്സ് ചെയ്യുന്ന നമ്മുടെ ഭാഗ്യം. ആൾക്കാർ കമന്റിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, കമന്റ്സ് ഒക്കെ ഞാൻ റിപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ പേഴ്സണൽ ഇൻസ്റ്റാഗ്രാം മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. വാട്സ്ആപ്പ് നമ്പേഴ്സ് ഉള്ള കുറച്ചുപേരൊക്കെ എന്താ പണ്ട് തെറി പറയാൻ വേണ്ടി നമ്പർ എടുത്ത ആൾക്കാരാ അല്ലേ, എല്ലാം പരിചയമുള്ള ആൾക്കാർ. നമ്മൾ 10 ഷോ ഒക്കെ ചെയ്തപ്പോൾ നമ്മൾ ഷോയ്ക്ക് ഫായിഷിക്ക് അവരൊക്കെ ആണെങ്കിൽ അങ്ങനെ എപ്പോഴും മെസ്സേജ് അയക്കുന്നില്ല. മെസ്സേജ് ചോദിച്ചു, നീ എന്താ ഇപ്പം വിറ്റോക്സ് ഇല്ലാത്തത് എന്നൊക്കെ മെസ്സേജ് ചോദിച്ചപ്പോൾ ഉടനെ വരും കുറച്ച് ജോഷിയുടെ ഫാമിലി ഇങ്ങനെ അന്വേഷണം പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട് എല്ലാവരോടും. ഞാൻ വിളിച്ചു ജോഷുവയുടെ ഫാമിലി. ഓക്കെ, ജോഷുവ ന്യൂസിലാൻഡിൽ. ഞങ്ങളുടെ സന്തോഷവും ഞങ്ങളുടെ സ്നേഹവും ജോഷയ്ക്കും ഫാമിലിക്കും വിറ്റോക്സിന്റെ ജോഷിയുടെ വൈഫിന്റെ പേര്. ഞാൻ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ പൊക്കോണ്ടിരുന്നപ്പോൾ 2 ആൾക്കാർ എന്നെ കൈ കാണിച്ച് ബൈക്കിൽ ഇങ്ങനെ. വിറ്റോക്സ് ആണ്. ഷോ ചെയ്യല്ലേ. ജോഷയ്ക്ക് അഞ്ജനയ്ക്ക് കുട്ടികളുണ്ടോ? ഇല്ല. ജോഷയ്ക്ക് അഞ്ജനയ്ക്ക് മാത്രമായിട്ട് നമ്മുടെ സ്നേഹം, വിറ്റോക്സിന്റെ സ്നേഹം. എന്റെ മറ്റേ ബാംഗ്ലൂരിന് കൈ കാണിച്ച ചേട്ടനും ബാംഗ്ലൂർ ഷോയിലും വിറ്റോക്സ് കണ്ടുവന്ന ആൾക്കാരുണ്ട്. അപ്പം അവർക്കും സ്നേഹം മാത്രം. വിറ്റോക്സിന്റെ സ്നേഹമാണല്ലോ. നമുക്ക് സ്നേഹം മാത്രമല്ല, നമുക്ക് വെറുപ്പില്ല. അതുകൊണ്ടല്ലേ നമ്മൾ സിനിമ 4 എല്ലാം നല്ല. ബൈ ഗൈസ്, കാണാം. ഹാപ്പി വിഷു. വിഷു കൈനീട്ടാണ്. സൂപ്പർ താങ്ക്സ്.